പ്രിയപ്പെട്ടവരെ, ഈ സെഷനിൽ സംസാരിക്കുന്ന അഭിലാഷ് പിള്ള, പ്രദീപ് മണ്ടൂർ, സുരേഷ് ബാബു ശ്രീസ്ത, ചന്ദ്രശേഖരൻ തിക്കൊടി എന്നിവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ സെഷനിൽ പങ്കെടുക്കാം എന്ന് സംബന്ധിച്ചിരുന്ന ദീപൻ ശിവരാമിൻ്റെ നാടകം സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദീപൻ ശിവരാമൻ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സതീഷും വരാൻ എത്തില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ഓരോ ആൾക്കും 15 മിനിറ്റ് വീതം സംസാരിക്കാം. അഭിലാഷ് 15 മിനിറ്റ് വീതം സംസാരിക്കാം. കാരണം ഇവിടെ 2 പേര് കുറഞ്ഞതുകൊണ്ട് 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാം. ലോക നാടകവേദിയുമായിട്ട് വളരെ അടുപ്പമുള്ള അഭിലാഷ് പിള്ളയും കേരളത്തിൻ്റെ പ്രൊഫഷണൽ അമേച്ചർ നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന സുരേഷ് ബാബു ശ്രീസ്തയും പ്രദീപും ചന്ദ്രശേഖരനുമൊക്കെ നാടകത്തിൻ്റെ രാഷ്ട്രീയവും കലയും എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കും. അതിനുശേഷം ഇവിടെയുള്ള നാടക പ്രേമികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാം. നാടകത്തിൻ്റെ രാഷ്ട്രീയവും കലയും എന്ന വിഷയം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ രാഷ്ട്രീയ നാടകങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് എത്രയോ മഹത്തരമാണ് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ചുരുങ്ങിയൊരു അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ പാട്ടബാക്കിയും കൂട്ടുകൃഷിയും നമ്മളൊന്നും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അടക്കമുള്ള നാടകങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ആ ചരിത്രത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പിന്തുണയുള്ള ഒരു വിഭാഗമാണ് ഇന്നത്തെ നാടകക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാടകക്കാർക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ഇന്നത്തെ ഈ ചർച്ച എത്രമാത്രം നാടകത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും കലയെക്കുറിച്ചുമുള്ള ചർച്ച എത്രമാത്രം വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരമൊരു വേദിയിൽ നാം ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും ജീവിച്ചിരുന്നുവെങ്കിൽ ഈ വേദിയിൽ ഈ ചർച്ച നയിക്കുന്നത് ജോസ് ചിറമലും PM താജും ആകുമായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാനും ജോസ് ചിറമലുമൊക്കെ ഒരേ കാലത്ത് കോളേജിൽ പഠിച്ചതാണ്. ജോസിൻ്റെ ആദ്യ നാടകമായിട്ടുള്ള മാദ്രി ഗോത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോളേജിലാണ്. അതിനുശേഷമാണ് ജോസ് ഡ്രാമ സ്കൂളിൽ ചേരുന്നത്. രാഷ്ട്രീയത്തിലെ എത്രമാത്രം രാഷ്ട്രീയത്തെ നാടകവേദിയിൽ സജീവമായിട്ട് ഉപയോഗിക്കാം, കലയിൽ എങ്ങനെ രാഷ്ട്രീയത്തെ സജീവമാക്കി നിർത്താം എന്നതിന് നമ്മുടെ മുൻപിലുള്ള മഹത്തായ മാതൃകകളാണ് യഥാർത്ഥത്തിൽ ജോസ് ചിറമലും PM താജും. അവരിൽ നിന്നുള്ള ഒരു വളർച്ച ഇന്നത്തെ നാടകവേദിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും അതുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നമ്മുടെ ഈ ചർച്ചയിൽ ബാക്കിയുള്ളവരൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായി ഓർക്കേണ്ട ഒരു സംഗതി എൻ്റെ മനസ്സിലേക്ക് പോരുന്നത്, റിച്ചാർഡ് ഷൈനർ എന്ന് പറയുന്ന എൻവയൺമെൻ്റൽ തിയേറ്ററിൻ്റെ വക്താവായിട്ടുള്ള റിച്ചാർഡ് ഷൈനർ ഒരിക്കൽ നാടകത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറയുകയുണ്ടായി, ഡ്രാമീസ് ദാറ്റ് യൂസ് സബ്ജക്റ്റ്, സ്ട്രക്ചർ ആൻഡ് ആക്ഷൻ ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന റിച്ചാർഡ് ഷൈനറുടെ ഒരു വാചകം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രമേയത്തിലായാലും ഘടനയിലായാലും അതിൻ്റെ ക്രിയാംശത്തിലായാലും അത് മറ്റെല്ലാ കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
നാടകത്തെ ചലിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇതിൻ്റെ ക്രിയാംശം എന്ന് പറയും. ഇവയിലെല്ലാം ഉള്ളൊരു സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഈ സാമൂഹിക പ്രക്രിയ അതിലേർപ്പെടുന്നവർ സ്വാഭാവികമായും ഒരു പൗരസമൂഹത്തിലെ അംഗങ്ങൾ എന്ന രീതിയിൽ ആ പൗരസമൂഹത്തിൽ നിലനിൽക്കുന്ന ഭരണകൂട അധികാരവുമായി ബന്ധപ്പെട്ട തീക്ഷ്ണമായ ഏറ്റുമുട്ടലുകളും കീഴടങ്ങലുകളും അതിൻ്റെ പ്രതിരോധവുമൊക്കെ ഒരു പൗരസമൂഹം വിഷയമാക്കുന്നത്, ശക്തമായ വിഷയമാക്കി തീർക്കുന്നത് പലപ്പോഴും ഒരു സാമൂഹ്യ പ്രക്രിയ എന്ന് പറയുന്നൊരവസ്ഥ അതിനുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ഏകാന്തനായൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്ന, ഒരു കഥ എഴുതുന്ന ഒരാളെപ്പോലെ ഏകനായൊരു വ്യക്തിയുടെ സമ്മാനമല്ല ഒരു നാടകം എന്ന് പറയുന്നത്. ഒരു സാമൂഹ്യ പ്രക്രിയയാണ്, സാമൂഹ്യമായ ഉൽപ്പന്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എങ്ങനെയായാലും ജനങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു കലാരൂപം എന്ന രീതിയിൽ അതിന് സത്യാത്മകമായി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സത്യാത്മകത എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ധാരണയെ, രാഷ്ട്രീയം എന്ന അവസ്ഥയെ യഥാർത്ഥത്തിൽ സാധ്യമാക്കിയത് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ആ പ്രയോഗമായിരുന്ന മാർക്സിയൻ ദർശനമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞാൽ അത് മാർക്സിയൻ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരു നാടകമാണ്. ആ കാഴ്ചപ്പാട് വന്നതോടുകൂടി പഴയകാലത്തുള്ള നാടകങ്ങളെ അടക്കം, ആ നാടകങ്ങളുടെ രാഷ്ട്രീയം അന്വേഷിക്കുന്നതടക്കമുള്ളതായ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പുതിയ വായനകൾ, രാഷ്ട്രീയമായ വായനകൾ സാധ്യമാക്കിയതും അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഉദാഹരണം എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, ഈഡിപ്പസ് എന്ന സൊഫോക്ലീസിൻ്റെ ഈഡിപ്പസ് എന്ന് പറയുന്ന നാടകമുണ്ട്. ഈഡിപ്പസ് എന്ന നാടകത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്താണ് ഈഡിപ്പസ് നാടകത്തെക്കുറിച്ച്, സൊഫോക്ലീസിൻ്റെ ഈഡിപ്പസ് നാടകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അത് ഗിൽട്ട് ആൻഡ് ഷെയിം എന്ന് പറയുന്നൊരാശയം, ഗിൽട്ട് ആൻഡ് ഷെയിം എന്നൊരാശയം പറയും. അല്ലെങ്കിൽ ഫ്രീ വിൽ വേഴ്സസ് ഡെസ്റ്റിനി എന്നൊരാശയം പറയും. വിധിയുടെ ഇരകളാണ് മനുഷ്യർ എന്നുള്ളൊരാശയം, അതാണത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ സൈറ്റ് ആൻഡ് ബ്ലൈൻഡ്നെസ്. ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന്, തിയോഫീസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ, അയാൾ അന്ധനാണെങ്കിലും അയാൾക്കുള്ളിലുള്ളതായൊരു അന്തർജ്ഞാനം, അപ്പുറത്തെ ഈഡിപ്പസ് കാണുന്നവനാണെങ്കിലും അന്ധനായ മാനസികാവസ്ഥയുള്ള ഒരാൾ. ആ രീതിയിലുള്ള രാഷ്ട്രീയ നിരപേക്ഷമായ രീതിയിൽ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ചർച്ചകളാണ് അക്കാഡമിക് തരത്തിലൊക്കെ നടന്നിരുന്നത്, കൺവെൻഷനായിട്ടുള്ള ചർച്ചകൾ. ഇത്തരത്തിൽ കൺവെൻഷനായിട്ടുള്ള അക്കാഡമിക്കായിട്ടുള്ള ചർച്ചകളെയെല്ലാം പൊളിച്ചു കളയുന്ന രീതിയിലാണ് ലാറ്റിൻ അമേരിക്കൻ നാടക പ്രവർത്തകനായ ഓഗസ്റ്റോ ബോളിൻ്റെ നിരീക്ഷണം വരുന്നത്. ഓഗസ്റ്റോ ബോൾ സൊഫോക്ലീസിനെ കുറിച്ച് എഴുതിയ സമയത്ത്, സൊഫോക്ലീസിൻ്റെ നാടകങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ സമയത്ത് സൊഫോക്ലീസിനെ കുറിച്ചും ട്രാജഡിയെക്കുറിച്ചുള്ള പ്രത്യേക അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു, ട്രാജഡി ഈസ് എ റിപ്രസീവ് സിസ്റ്റം. അതിന് മുൻപുള്ള അക്കാഡമിക് പഠനങ്ങളുടെയോ കൺവെൻഷണൽ പഠനങ്ങളുടെയോ രീതിയിലല്ല. ട്രാജഡി ഈസ് എ റിപ്രസീവ് സിസ്റ്റം. ട്രാജഡി എന്ന് പറയുന്നത് ഒരു അടിച്ചമർത്തൽ ഉപകരണമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിച്ചത് എന്നുള്ളത് ഇത്തരമൊരു വേദിയിൽ വിശദീകരിച്ച് തീർക്കുകയില്ല. കാരണം ട്രാജഡിയുടെ അംശങ്ങളെ എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട് ട്രാജഡിയിൽ ഏറ്റവും പ്രധാന ഘടകമായ ഹമർഷ്യ എങ്ങനെയാണ് ട്രാജഡിയെ ഒരു റിപ്രസീവ് സിസ്റ്റമാക്കി തീർക്കുന്നതെന്ന് അദ്ദേഹം പഠിക്കുകയായിരുന്നു. ആ പഠനത്തിന് ഓഗസ്റ്റോ ബോളിനെ പ്രാപ്തനാക്കുന്നത് യഥാർത്ഥത്തിൽ വിപ്ലവാത്മകമായ കാഴ്ചപ്പാടുകളാണ്. അതിന് മുൻപില്ലാതിപ്പോൾ ഷേക്സ്പിയറുടെ നാടകങ്ങൾ, ഷേക്സ്പിയർ ടെമ്പസ്റ്റ് എന്ന നാടകം നോക്കുക. ടെമ്പസ്റ്റ് എന്ന നാടകം അതിലൊരു പ്രഭുവിൻ്റെ അധികാരത്തിൽ നിന്നുള്ള ബഹിഷ്കരണം എന്ന രീതിയിലാണ് കൺവെൻഷണൽ പഠനം. പ്രഭുവിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ പിന്നെ വായന വരുന്നത്. എന്നാൽ ആധുനിക കാലത്ത് വിമർശകരായാലും ആധുനിക നാടക സംവിധായകരായാലും ആ നാടകത്തെ വായിക്കുന്ന സമയത്ത് പലപ്പോഴും
കാലിബൻ്റെ ഭാഗത്തുനിന്ന് വായിക്കുന്നു. എങ്ങനെയാണ് ഷേക്സ്പിയർ ടെമ്പസ്റ്റ് എന്ന നാടകം കാലിബൻ്റെ ഭാഗത്ത് വായിക്കാൻ കഴിയും? ഒരു ദ്വീപിലെ ഒരു സമൂഹത്തെ അടിച്ചമർത്തി അധികാരം സ്ഥാപിച്ച ആ പ്രഭുവിനെതിരെ കാലിബൻ എന്ന് പറഞ്ഞ അടിച്ചമർത്തലിന് വിധേയനായ ഒരാളുടെ ഭാഗത്ത് വായിക്കുകയാണ്. അത് രാഷ്ട്രീയമായ വായനയാണ്. ഇത്തരത്തിൽ വായിക്കുന്ന പുതിയ അറിവുകൾ എന്ന് പറയുന്നത് സാധ്യമാക്കിയത് ഈ നൂറ്റാണ്ടാണ്. ഒരുപക്ഷെ ഓഗസ്റ്റോ ബോള് വളരെ കർശനമായിട്ടാണ് ആധുനിക വിപ്ലവ നാടക പ്രതിഭയായ ബെർത്തോൾഡ് ബ്രെഹത്തിനെ നേരിട്ടത്. ബെർത്തോൾഡ് ബ്രെഹത്തിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. ബ്രെഹത്തിൻ്റെ നാടകങ്ങൾ എൻലൈറ്റൻഡ് വാൻഗാർഡ്, പ്രബുദ്ധരായ മുന്നണി പടയാളികളുടെ നാടകമാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല, താഴെത്തട്ടിൽ അടിത്തട്ടിലെ ജനങ്ങളോട് സംവദിക്കുന്നില്ല എന്ന രീതിയിൽ അത് ബുദ്ധിജീവികളുടെ നാടകമാണ് എന്ന രീതിയിൽ വിമർശിച്ചയാളാണ് ഓഗസ്റ്റോ ബോൾ. പക്ഷേ ഓഗസ്റ്റോ ബോളിനും തൻ്റെ വിപ്ലവ നാടകവേദി നടപ്പിലാക്കുന്നതിന് സാധ്യതയൊരുക്കിയത് ബ്രെഹത്ത് ഉപജീവിച്ച ആശയങ്ങളുമായിരുന്നു, മാർക്സിൻ ആശയങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രെഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് തന്നെ പറയാറുള്ളത് കാരവൻസ് ഓഫ് മാർക്സിസം എന്നാണ്. ബ്രെഹത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രെഹത്ത് പറഞ്ഞ് മൂലധനം വായിച്ചതിന് ശേഷമാണ് എൻ്റെ നാടകങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതെന്ന്. എൻ്റെ നാടകങ്ങളെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മൂലധനം വായിച്ചിട്ടാണ്. എൻ്റെ ഒരേ ഒരു കാഴ്ചക്കാരൻ കാറൽ മാർക്സ് ആണ് എന്ന് ബെർത്തോൾഡ് ബ്രെഹത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ബെർത്തോൾഡ് ബ്രെഹത്ത് ഓഗസ്റ്റോ ബോളിനെ പോലെയുള്ള വലിയ വിപ്ലവ നാടകക്കാർ, രാഷ്ട്രീയ നാടകക്കാരെ സൃഷ്ടിച്ച, അതിന് പ്രേരണയായി തീർന്ന, അല്ല ലോക നാടകവേദിയിലെ വൈരുദ്ധ്യാത്മക നാടകവേദിയുടെ ഉപജ്ഞാതാവായി അദ്ദേഹം ഒരു ഘട്ടത്തിൽ തന്നെ നാടകവേദി എപ്പിക് തിയേറ്റർ എന്ന് വിളിക്കരുത്, എൻ്റെ നാടകവേദി വൈരുദ്ധ്യാത്മക നാടകവേദിയാണ്, ഡയലക്റ്റിക്കൽ തിയേറ്ററാണ് എന്ന് തിരുത്തിയ ആളാണ് ബെർത്തോൾഡ് ബ്രെഹത്ത്. ആ ബെർത്തോൾഡ് ബ്രെഹത്ത് പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഇർവിൻ പിസ്കാറ്ററെ പോലെയുള്ള ആളുകൾ ഉറച്ചു നിന്ന രാഷ്ട്രീയത്തിന് വിധേയമായിട്ടുള്ള കല മതി എന്നുള്ള ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി മുദ്രാവാക്യമല്ല കവിത എന്ന് സമർത്ഥിച്ചയാളാണ് ബെർത്തോൾഡ് ബ്രെഹത്ത് തന്നെ. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക തന്നെ കലാത്മകമായി അതിനെങ്ങനെ അവതരിപ്പിക്കാം എന്നതിൽ കൂടെ ഊന്നി നിന്ന ഒരാളായിരുന്നു ബെർത്തോൾഡ് ബ്രെഹത്ത്. അതുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബെർത്തോൾഡ് ബ്രെഹത്തിൻ്റെ വളരെ പ്രശസ്തമായ മെസ്സിങ്കാഫ് ഡയലോഗ്സ് ഉണ്ട്. മെസ്സിങ്കാഫ് ഡയലോഗ്സ്, മെസ്സിങ്കാഫ് എന്ന് പറയുന്നത്, മെസ്സിങ്കാഫ് ട്രംപീറ്റ് വിൽപ്പനയാണ് മെസ്സിങ്കാഫ് എന്ന് പറയുന്നത്. ആ മെസ്സിങ്കാഫ് ഡയലോഗ്സിൽ ഒരു ഭാഗത്ത് ബ്രെഹത്ത് പറയുന്നൊരു ഡയലോഗ് അദ്ദേഹം എഴുതിയത് ഞാനിവിടെ വായിക്കാം. ഈ ട്രംപീറ്റ് എന്ന് പറയുന്നത് വെങ്കലം കൊണ്ടുണ്ടാക്കുന്നതാണ്. വെങ്കലത്തിന് വില കാണുന്നവരെ വിമർശിച്ചുകൊണ്ട് വെങ്കലത്തിനല്ല നിങ്ങൾ വില കാണേണ്ടത്, മറിച്ച് ആ ട്രംപീറ്റ് ഉണ്ടാക്കുന്ന സംഗീതത്തിനാണ് അതിൻ്റെ വില നിങ്ങൾക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ കലയാണ് അമൂല്യമായിട്ടുള്ളത്. ആ കലയെ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല, അതിൽ രാഷ്ട്രീയം മാത്രമല്ല, അതുണ്ടാക്കുന്ന സംഗീതത്തിനാണ്, അതിൻ്റെ കലാത്മകതയ്ക്കാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഓട്ടോണമി, അതിനുള്ള കലയ്ക്കുള്ള ഓട്ടോണമിയെ സമർത്ഥിച്ചുകൊണ്ട്, കലയ്ക്കുള്ള സ്വാച്ഛന്ത്യം മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് വേണമെങ്കിൽ അതാണെന്ന് പറയാം. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴും കലയ്ക്കുള്ളൊരു സ്വയംഭരണത്തെ, ഒരു സാമ്രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊണ്ടുപോകണം മുന്നോട്ട്. അങ്ങനെ അംഗീകരിച്ച് പോകുമ്പോഴാണ് രാഷ്ട്രീയമുള്ള നാടകങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനമായിട്ട് തീരുന്നു. മുദ്രാവാക്യം എഴുതുന്ന സമയത്ത് മുദ്രാവാക്യം എഴുതുന്ന അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ആരും തള്ളിക്കളയുകയില്ല. പക്ഷേ കവിതയുടെ സ്ഥാനം ഒരിക്കലും മുദ്രാവാക്യത്തിന് അപഹരിക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു ആശയം ബ്രെഹത്ത് ഇങ്ങനെ പറയുകയുണ്ടായി: Art is to play its part in a general transformation and cease to be treated as an autonomous realm. realm എന്ന് പറഞ്ഞാൽ REALM. അതൊരു സ്വയംഭരണ അധികാരമുള്ള സാമ്രാജ്യമാണ് കല എന്ന് പറയുന്നത്. ആ സ്വയംഭരണ അധികാരമുള്ള കലയിൽ, ഒരു കലാരൂപത്തിൽ
ആ എഴുത്തുകാരൻ എന്തുപയോഗിക്കുമ്പോൾ, രാഷ്ട്രീയം ഉപയോഗിക്കുമ്പോഴും അയാളുടെ ആശയത്തെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുമ്പോഴും അതിനുണ്ടായിരിക്കേണ്ടതായ സ്വയം നിർണയ അവകാശത്തെ നമ്മൾ കാണാതിരുന്നുകൂടാ. അതതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ള ഞാൻ പറയുന്ന ഒരു ആശയം മാത്രമാണ്. ബൃഹത്തിൻ്റെ ഒരാശയം കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ നാടകത്തിലെ രാഷ്ട്രീയവും കലയും എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. രാഷ്ട്രീയവും കലയും സമന്വയിച്ച് പോകുമ്പോഴാണ് അതത് കാലഘട്ടത്തിലെ ഏറ്റവും തീക്ഷ്ണമായ പ്രതികരണത്തിലൂടെ നമുക്ക് ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു ചരിത്രപരമായ ഒരു തോന്നൽ. ഇത് പങ്കുവെച്ചുകൊണ്ടാണ് നമ്മളിനി അടുത്ത ചർച്ചയിലേക്ക് കിടക്കുന്നത്. അടുത്തതായിട്ട് അഭിലാഷ് പിള്ള ദേശീയ അന്തർദേശീയ നാടകവേദിയിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ധാരാളം അനുഭവ പരിചയമുള്ള അഭിലാഷ് പിള്ളയാണ് അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സർ. എൻ്റെ മലയാളം അത്രയും ഫ്ലുവൻ്റ് ആയിരിക്കില്ല, അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പോവുമായിരിക്കും. സാറിൻ്റെ ഈ ടോക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുള്ളായിരുന്നു, ഞാനത് കേൾക്കുമായിരുന്നു. അപ്പം ബേസിക്കലി ഇവിടെ സംസാരിക്കാൻ പോണ 3 നാടകങ്ങളാണ് ഇവിടെ ഇന്ന് ഈ ഡിസ്കഷനിൽ ഞാൻ ചെയ്ത 3 നാടകങ്ങളെ പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരെണ്ണം ഏകദേശം ഈ സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ എന്ന് പറയുമ്പോൾ 2001 ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു, ക്ലാവ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാവരും കൂടി അഭിനയ തിയേറ്റർ തിരുവനന്തപുരത്ത് അതിനു വേണ്ടി ചെയ്തൊരു നാടകമായിരുന്നു. അത് ബേസിക്കലി അതിൻ്റെ ഒരു സ്റ്റേജ് അഡാപ്റ്റേഷനായിരുന്നു. തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന തകഴിയുടെ വർക്ക് എടുത്തിട്ടാണ്, സ്കാവഞ്ചേഴ്സ് സൺ എടുത്തിട്ടാണ് നമ്മളത് ക്ലാവ് എന്ന് പറയുമ്പോൾ വേർഡിഗ്രിസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ പേരും വെച്ചിട്ടാണത് ചെയ്തിരുന്നത്. അത് എഴുതിയ 2 പേരായിരുന്നു. ഫസ്റ്റ് ഹാഫ് എഴുതിയ അജയൻ ചേട്ടനും രണ്ടാമത്തെ ഹാഫ് എഴുതിയ കൊള്ളൂർ മാഷറുമായിരുന്നു. ബേസിക്കലി അത് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളൊരു ബഞ്ച് ഓഫ് യങ് തിയേറ്റർ മേക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അതിൽ ദീപൻ ശിവരാമനും ഉണ്ടായിരുന്നു, ജ്യോതിഷ് എം ജി ഉണ്ടായിരുന്നു, ശ്രീകാന്ത് ഉണ്ടായിരുന്നു, ഷാജഹാൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേര്, ജോമോൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എല്ലാം യങ്സ്റ്റേഴ്സായിട്ട് ഞങ്ങൾ കൂടിയിട്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു നാടകം നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന്. അപ്പോൾ തൊട്ടിയുടെ മകൻ എടുക്കുമ്പോൾ പല രീതിയിലുള്ള ഡിസ്കഷൻസ് മാത്രമല്ല, പല രീതിയിലുള്ള എക്സസൈസുകളും ഞങ്ങൾ അതിൽ ചെയ്തു നോക്കാൻ ശ്രമിച്ചു. ഈ എക്സസൈസുകളെല്ലാം ചെയ്തിരുന്നത് ഏകദേശം കാസ്റ്റ് എന്ന് പറയുന്നത് ഇൻഗ്രെയിൻഡ് ആണെന്നും ക്ലാസ് എന്ന് പറയുന്നത് അത്രയും കാസ്റ്റ് പോലെ ക്ലാസ്സിനെ ഇവിടെ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്ത പോലെ കാസ്റ്റിനെ ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു ആ നാടകത്തിൽ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിരുന്നത്. അപ്പം അതിലുണ്ടായ ഒരുപാട് ഡിസ്കഷൻസും ആ ഡിസ്കഷൻസിന് പിന്നെ എക്സസൈസുകൾ വരുമ്പോഴും അപ്പം നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്തിരുന്ന നമ്മുടെ സ്വന്തം കാസ്റ്റുകളും വയ്ക്കുക എന്ന് പറയുന്ന സംഗതിയായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ കാസ്റ്റിൻ്റെ ലെൻസ് ഉണ്ടാവുന്നത്, കാസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് എന്താണെന്നും എങ്ങനെയാണ് ഈ കാസ്റ്റ് വന്ന് നിൽക്കണതും അതെങ്ങനെ ഒരു ഹിൻഡ്രൻസ് ആവുന്നതും അത് ഒപ്രസ്ഡ് എങ്ങനെ ആക്കുന്നതും അതെങ്ങനെയാണ് റിഗ്രസീവ് ആവുന്നതും ഇതെല്ലാം ആയിരുന്നു നമ്മൾ എക്സസൈസ് വഴി അതിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. അതിലൊരുപാട് തർക്കങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ആ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്നോട് വീണ്ടും വീണ്ടും ചില അതിലുള്ള തിയേറ്റർ മേക്കേഴ്സ് അഭിലാഷ് പിള്ളയ്ക്ക് എന്തിനാണ് ഈ നാടകം ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്ന ഒരു സംഗതിയും തീർത്തും എപ്പോഴും വന്നിരുന്നു ആ ക്വസ്റ്റ്യനും. ഞങ്ങളെല്ലാവരും കൂടി അത് ആൻസർ ചെയ്യുക, കൃത്യമായിട്ട് അതെങ്ങനെയാണ് നമ്മളിത് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അതിൻ്റെ ഉണ്ടാക്കിയത് ഏകദേശം അതിൻ്റെ നരേറ്റീവ് തന്നെ വെച്ചുണ്ടാക്കി പറഞ്ഞാൽ തകഴി എഴുതിയേക്കുന്ന നരേറ്റീവ് തന്നെ വെച്ചിട്ട് അജയൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. അതിന് കൃത്യമായിട്ട് ആ ഒരു നരേറ്റീവിൽ തന്നെ ആയിരുന്നു ആ കഥ പോയിരുന്നത്.
പിന്നെ ഈ ഡിസ്കഷൻസ് എല്ലാം വരുമ്പോഴും വീണ്ടും എങ്ങനെയാണ് ഇന്ന് എന്ന് പറയുമ്പോൾ 2001 ആ സമയത്ത് എങ്ങനെ കാസ്റ്റ് എത്ര ലെയേർഡും ഇൻഗ്രെയിൻഡ് ആണെന്ന് അതിന് സെക്കൻഡ് ഹാഫ് ഞങ്ങൾ വീണ്ടും തുറന്നിട്ട് അതിൽ ഈ ചുടലുമുത്തു കളിച്ച ആക്ടറിന് എന്ന് പറയുന്ന ക്യാരക്ടർ കളിച്ച ആക്ടറിന് ഫ്രാൻസിൽ ഒരു അവാർഡ് കിട്ടണം ഈ നാടകത്തിന്. അപ്പോൾ അതിൻ്റെ റെക്കഗ്നീഷൻസ് ഇവിടെ ഈ നാടകം കളിച്ചു പോവുകയാണെങ്കിലും അതിന് പിന്നിലൊരു റെക്കഗ്നീഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ലിബറലൈസേഷനിൽ കയറിയ ഇന്ത്യ, ഇൻ്റർനാഷണലിസമിലേക്ക് കയറിയ ഇന്ത്യയിൽ പിന്നെ ഇതിനൊരു അവാർഡ് കിട്ടണു. അവാർഡ് കിട്ടിയിട്ട് പിന്നെ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന മീഡിയയുടെ പല രീതിയിലുള്ള ആഘോഷങ്ങളും പബ്ലിസിറ്റീസും ഇൻ്റർവ്യൂസും. പക്ഷേ ഇതിലുണ്ടാവുന്ന ഈ കഥകളുടെ പിന്നെ ഉണ്ടാവുന്ന ആ സമയത്തും എങ്ങനെയൊക്കെയാണ് കാസ്റ്റ് പ്ലേ ചെയ്തിരുന്നത് ഈ ആക്ടേഴ്സിൻ്റെ ഇടയ്ക്കും. ഇല്ലെങ്കിൽ ഇവർ ഇൻ്റർനാഷണലിസമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കേരളത്തിലേക്ക് കയറുമ്പോൾ വീണ്ടും ഉണ്ടാവുന്ന വേറെ പല രീതിയിലുള്ള ബ്ലോക്സ് എങ്ങനെയാണ് ഈ 2001 കിടക്കുന്ന സമയത്തും ഇതുണ്ടാവുന്നത്. അതിൻ്റെ എക്സ്പ്ലോറേഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഹാഫ് മൊത്തം. അപ്പോൾ അതിൽ ലൈവ് ക്യാമറയും പിന്നെ അതുപോലെ തന്നെ ഓഡിയൻസിനോടും ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ നറേറ്റീവിനെ കാണാൻ നോക്കണേ. ഒരു പക്ഷേ അഗസ്റ്റോ ബോളും ഇതെല്ലാം ആയിട്ടുള്ള ഒരു പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഓഡിയൻസിനെയും കൂടി നമ്മൾ അതിലേക്ക് ആ കഥയിലേക്ക് കൊണ്ടുവരും നമ്മൾ അവസാനം. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ നോക്കും. മൊത്തം ആ സ്കാവഞ്ചേഴ്സ് സന്തോട്ടിയുടെ മകൻ്റെ കഥയെ ഒന്ന് നോക്കും 2001 പോയിൻ്റ് ഓഫ് വ്യൂന്ന്. ഇതെങ്ങനെയാണ് ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ നോക്കണേ, ഒക്കുവോ ഇല്ലയോ കാസ്റ്റിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ. അതിനുള്ള ലൈവ് ഫീഡും ത്രൂ ടെക്നോളജി ഇതെല്ലാം കൊണ്ടുവരിക. ഇതായിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് തീർത്തൊരു നാടകമായിട്ട് മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. ഇതായിരുന്നു വൺ ഓഫ് ദ വർക്ക്സ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ആസ് എ ഗ്രൂപ്പ്. തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന പുസ്തകത്തിനെ എടുത്തിട്ട് ക്ലാവ് എന്ന് പറയുന്ന നാടകമായിട്ട് ചെയ്തത്. അതിൻ്റെ കുറേ ഷോസ് കേരളത്തിലും പിന്നെ പുറത്തും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു നാടകം ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആയിരുന്നു. അത് സൽമാൻ റഷ്ദിയുടെ പുസ്തകമാണ്. ഒരു പക്ഷേ തോട്ടിയുടെ മകൻ പോലെ തന്നെ മിഡ് നൈറ്റ് ചിൽഡ്രനും ഒരു നോട്ട് ഓൺലി ഒരു സെലിബ്രേറ്റഡ് ബുക്കാണ്, അതിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ലിറ്ററേച്ചറിൽ കിടക്കുന്ന ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുന്നുണ്ട് റൈറ്റർ. അതിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ബിക്കോസ് അതിൻ്റെ മുമ്പിൽ കുറേ പ്രാവശ്യം അതിനെ സിനിമയാക്കാനും BBC സീരിയലെല്ലാം ആക്കാനും വേണ്ടി ശ്രമിച്ചിട്ടും അതിനെ ബാൻ ചെയ്യലും അങ്ങനെ കുറേ സംഗതികളുണ്ടായിരുന്നു. അപ്പം എനിക്കതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ പബ്ലിഷ് സ്ക്രീൻ പ്ലേ പെൻക്യൂണിൻ്റെ അത് സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ കിട്ടി. റഷ്ദി തന്നെ ഉണ്ടാക്കിയ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അത് ഉണ്ടാക്കാതെ പോയതും അത് ബാൻ ചെയ്തതിൻ്റെ കാരണം അത് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചിട്ട് എനിക്ക് തോന്നി നമുക്കിതൊരു നാടകമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് മിഡ് നൈറ്റ് ചിൽഡ്രൻ പല സമയത്ത് വായിച്ചിട്ടുണ്ട്. ആ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ചിട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കത് അത്രയും വലിയൊരു ഡയലോഗ് എൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടില്ല ആ പുസ്തകം. എനിക്ക് ആ പുസ്തകം അത്രയും നന്നായിട്ട് മനസ്സിലാക്കാൻ പാടായിരുന്നു എനിക്ക് അത്. പക്ഷേ ഞാൻ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോയപ്പോഴാണ് അത് വേറെ രീതിയിൽ അതിൻ്റെ ഒരു മൾട്ടി ലെയേർഡ് ഇൻഗ്രെയിൻഡ് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഇല്ലെങ്കിൽ ദ ഡിഫറൻസസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഇൻ ദിസ് കൺട്രി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ അത് എങ്ങനെയാണ് കിടക്കണത് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ബിക്കോസ് അങ്ങനത്തെ ഒരു നാഷണൽ സ്കൂളിൽ പോകുമ്പോൾ മണിപ്പൂരിൽ നിന്നും ക്ലാസ്മേറ്റ് ഉണ്ട്, ബീഹാറിൽ നിന്ന് ക്ലാസ്മേറ്റ് ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഒറീസയിൽ നിന്ന് ക്ലാസ്മേറ്റ് ഉണ്ട്, ആസാമിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലത്തിൽ നിന്നാണ് ക്ലാസ്മേറ്റ്സ് ഉള്ളത്.
അപ്പോൾ നമ്മൾ അതിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടാവണം ഒരു ഭയങ്കര ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഹോസ്റ്റൽസിലെല്ലാം വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്മേറ്റ്സ് ആയിട്ട് പഠിക്കാൻ നോക്കും. ആ സമയത്താണ് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ്റെ ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അതിൻ്റെ ലേസ് മനസ്സിലാവാൻ തുടങ്ങണേ. ഒരു എലി കഴിക്കുന്ന ഒരാൾ പറഞ്ഞാൽ പുള്ളിയുടെ ഫുഡ് എലിയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് പുച്ഛമായിട്ട് വേറൊരു കമ്മ്യൂണിറ്റി കാണുന്നതും, പക്ഷെ അതൊരു ബേസിക് ഫുഡായിട്ടും നമുക്ക് കാണാം. അതിലും ഒരു ടേസ്റ്റ് ഉണ്ടെന്നും അത് നല്ലൊരു ടേസ്റ്റാണെന്നും ഇതെങ്ങനെ തിരിച്ചറിയാനൊക്കെ അത് നമ്മൾ ഹോസ്റ്റലിൽ ഒരുമിച്ചില്ലെങ്കിൽ പാമ്പ് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരും. അപ്പോൾ ആ ടേസ്റ്റ് തൊട്ട് ഡിഫറൻസസ് ഇൻ അറ്റയർ തൊട്ട് ഡിഫറൻസസ് ഇൻ ടേംസ് ഓഫ് കളറ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ലെയേർഡ് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഒരു 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 ആ ഒരു രീതിയിലാണ്. ബിക്കോസ് അത്രയും ക്ലോസ് ആയിട്ട് നമ്മളെല്ലാം ഒരു ഡോർമെറ്ററിയിൽ താമസിക്കണു. അപ്പോൾ നമുക്കത് മനസ്സിലാവണു, നമ്മൾ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണു, നമ്മൾ അവരുടെ കലകളുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കണു. ഇത് ഞാൻ ആ സമയത്ത് ഒരു എന്താ പറയണ്ടത് ഒരു 21-22 ഇയർ ഓൾഡിൻ്റെ സമയത്താണ് ഈ ഒരു സംഗതി മിഡ് നൈറ്റ് ചിൽഡ്രൻ ആ രീതിയിൽ പിന്നെ മനസ്സിലാക്കണം. പിന്നെ ഇത് ഏകദേശം 2006-07 മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒരു പ്രൊഡക്ഷനായിട്ട് എടുക്കാൻ ശ്രമിച്ചത്. ഒരു പ്രൊഡക്ഷൻ അത് അപ്പം ഈ സ്ക്രീൻ പ്ലേ കയ്യിലെല്ലാം ഉണ്ട്. ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പല ലേയേഴ്സും മനസ്സിലാക്കാൻ നോക്കുന്നത്. വീണ്ടും എപ്പോഴും നമുക്കറിയാമല്ലോ ഒരു പുസ്തകം വായിക്കുമ്പോൾ വീണ്ടും ആ സമയം ഓരോ സമയത്ത് അത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് ലെയേഴ്സ് ഓഫ് മീനിങ് അതിൽ ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2005-06 ഇത് വായിക്കുമ്പോൾ ആ സമയത്ത് വരെ ഇവിടെ എന്താണ് ലിബറലൈസേഷൻ, കോൺഗ്രസ്, അത് കഴിഞ്ഞിട്ട് ബി ജെ പി കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസിൻ്റെ വരവ്, ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന പുസ്തകം എമർജൻസിയുടെ ഏകദേശം ആ ഏരിയയിൽ പോയിട്ടാണ് അത് തീരുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് റിവർബറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് റിവർബറേഷൻസ് മൊത്തം ആ പുസ്തകത്തിൽ നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ അത് ഇംപ്രൂവൈസ് ചെയ്തും, ബിക്കോസ് എല്ലാ സ്റ്റുഡൻസും ഓരോ റീജിയനിൽ നിന്നാണ് വരണേ, ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങളെടുത്ത 2-3 ഡിസിഷൻസാണ്. ഒരെണ്ണം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എപ്പോഴും ഈ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഡിക്ഷനും അതിൻ്റെ ഇതെല്ലാം എന്താണ് സ്പീച്ചും ഡിക്ഷനും ഇതെല്ലാം എല്ലാവരെയും പഠിപ്പിക്കുക. അത് ഭയങ്കര ഫോഴ്സ്ഫുള്ളുമാണ്. ആൻഡ് നമുക്കറിയാം ഒരു നല്ല ആക്ടർ ആവണമെങ്കിൽ അവൻ്റെ മദർ ടങ്ങിൽ ചെയ്താലേ അവൻ്റെ ആക്ടിങ് പുറത്തേക്ക്, ആക്ടിങ് മാത്രമല്ല അവൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം കോൺഫിഡൻസ് വരണേ നമ്മുടെ മദർ ടങ്ങിലാണ് കിടക്കണേ. പക്ഷേ അത് പലപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അങ്ങനത്തെ ഒരു നാഷണൽ ലാംഗ്വേജിൽ ഒരു കോമൺ ലാംഗ്വേജിലെല്ലാം പ്രൊഡക്ഷൻസും ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമറ്റൈസേഷൻ അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ എല്ലാ സ്ക്രിപ്റ്റ്സും എടുക്കും, നമ്മൾ എത്ര ഭാഷയിൽ ചെയ്യും, മൾട്ടിലിംഗ്വലാവോ, എല്ലാ സ്ക്രിപ്റ്റും നമുക്ക് എന്താ ഫിസിക്കൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമോ. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഞാനവിടെ ടീച്ചറും ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യണേ ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി വരുമ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ എടുത്തപ്പോൾ ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു, എല്ലാ ഭാഷയുടെയും ഡയലക്ട്സ് വന്ന് അതുപോലെ നമുക്ക് സംസാരിക്കാം, വേണമെങ്കിൽ ഭാഷകളും വരാം. അങ്ങനെ അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് സലീമും പദ്മയും. അതിൽ സലീം ഓരോ സീൻസ് കഴിയുമ്പോൾ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്കും പോകും. അത് വേറൊരു രീതിയിൽ ഇന്ത്യയുടെ ഒരു കഥയും കൂടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ ആക്ടേഴ്സ് അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ഡയലക്റ്റിലേക്ക് പോകും. ചിലപ്പോൾ അത് ഹിന്ദിയിൽ, ചില വേർഡ്സ് ആസാമീസിൽ നിന്ന് വരും. അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കാനും അവിടെ നിന്ന് വരുന്ന ആക്ടേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ വെർബൽ ലാംഗ്വേജും ഇതെല്ലാം കൂടി കോൺഫിഡൻസ് വരാനും അവർ നന്നായിട്ട് തുറന്ന് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മിഡ് നൈറ്റ് ചിൽഡ്രനിൽ എംബഡഡ് ആയിട്ട് കിടക്കുന്ന പൊളിറ്റിക്കൽ ലെയേഴ്സ് എങ്ങനെ നമുക്ക് ഓപ്പൺ അപ്പ് ആക്കി എടുക്കാൻ നോക്കും. ഇതിലുണ്ടായ വലിയൊരു സംഗതി എനിക്കിന്നും ഓർമ്മയുണ്ട്. മിഡ് നൈറ്റ് ചിൽഡ്രൻ ഞങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തിരിക്കുമ്പോൾ സ്റ്റുഡൻസ് ഒരു ബഞ്ച് ഓഫ് യങ് സ്റ്റുഡൻസാണ്. അവർ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു ഈ ടെക്സ്റ്റിനെ എടുത്തിരുന്നത്. പക്ഷേ നമുക്കറിയാം സൽമാൻ റഷ്ദി അതിൽ എഴുതുമ്പോൾ അതിൽ ഭയങ്കര ഇന്നേറ്റായിട്ട് ഒരു ഹ്യൂമറുണ്ട്. ആ ഹ്യൂമറിലാണ് അതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നത്. ആ ഹ്യൂമർ എങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി
ഹിസ്റ്ററി, ഒരു പിക്കിൾഡ് ഹിസ്റ്ററി എന്നെല്ലാം പറയുന്ന നല്ല നല്ല കുറേ പ്രയോഗങ്ങളുണ്ട്. അതെല്ലാം ഹ്യൂമർ വെച്ചിട്ടാണ് റഷ്ദി എഴുതിയേക്കുന്നത്. ഈ ഹ്യൂമർ ഒരു രീതിയിലും ആക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരുന്നു. അപ്പോൾ ഒരു ബിക്കോസ് അവർ അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു നാഷണലിസം, ചിലപ്പോൾ അത് പാട്രിയോട്ടിസമിലേക്കും വരെ പോണ രീതിയിലായിരുന്നു ഈ സ്റ്റുഡൻസ് ഇതിനെ ഇംപ്രവൈസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു എക്സസൈസ് ചെയ്തു. നമുക്ക് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇരിക്കുന്ന ഭഗവാൻ ദാസ് റോഡിലാണ്. അപ്പോൾ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ വന്നപ്പോൾ നമുക്ക് റെഡ് ഫോർട്ടിലൊന്ന് പോവാം, റെഡ് ഫോർട്ടിൽ പോയിട്ടൊന്ന് നമുക്കൊന്ന് നമ്മുടെ ഒന്ന് ആ ഒരു സെറമണിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് സ്റ്റുഡൻസ് എല്ലാവരും കൂടി പോയപ്പോഴാണ് അതിൻ്റെ ഹ്യൂമർ തുറന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചിരിയാണ്. ബിക്കോസ് അന്ന് അവർക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും കാണാൻ ഒത്തില്ല, അവർ ലേറ്റുമായി. അതെല്ലാം കിടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സും എന്ത് വിഷമിച്ചാണ് അവർ അവിടെ എത്തണതും. അതിലാണ് അവർക്ക് അതിൻ്റെതായ ഒരു ഹ്യൂമർ. സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ കാണാൻ പോണ സമയത്ത് അതിൽ കിടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സും ഒരു സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് അവിടെ വരെ എത്തണം, അതും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് എത്താൻ എന്ത് വിഷമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആ പ്രോസസ്സ് മൊത്തം തുറന്ന് അത് ഹ്യൂമറിസ്റ്റിക് ആക്കുന്നത്. ഓക്കെ ആ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ്റെ ഒരു സംഗതി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് അത് മൊത്തത്തിൽ ഒരു പ്രൊഡക്ഷനായിട്ട് തന്നെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്തു. അതിൽ ഭയങ്കര ഡിഫറെൻറ്റ് ഡൈവേഴ്സായിട്ടില്ല ഒരു സ്ലംസ് തൊട്ടില്ല പല കമ്മ്യൂണിറ്റീസാണ് അതിൽ കിടന്നിരുന്നതും. ആ കമ്മ്യൂണിറ്റീസിനെ ട്രെയിൻ ചെയ്യാൻ സ്റ്റുഡൻസിനെ നമ്മൾ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളെ തന്നെ കൊണ്ടുവന്നിട്ട് ഷാദിപ്പൂർ ഡിപ്പോയിൽ നിന്ന് അവരാണ് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് ഈ പെർഫോമൻസ് നടത്തിയത്. ലാസ്റ്റ് ഞാൻ വേഗം ഒരു മിനിറ്റിനകത്ത് നിർത്താം. ലാസ്റ്റ് ഒരു വർക്കും കൂടി സംസാരിക്കാൻ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത് സർക്കസിൻ്റെ കൂടെയാണ്. സർക്കസ് ഇൻഡസ്ട്രി നമുക്കറിയാം, അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്നും. സർക്കസിൽ രണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ചെയ്ത വർക്കാണ് തലാത്തം. അത് എഴുതിയ ശശികുമാറാണ്. അതിൻ്റെ മുമ്പിൽ ക്ലൗൺസ് ആൻഡ് ക്ലൗഡ്സും ചെയ്തിട്ടുണ്ട്. സർക്കസ് ഭയങ്കര നേരിട്ട് സർക്കസ് എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ പോവർട്ടിയുടെ കൂടെ മൂവ് ചെയ്യണ ഒരു ഫോമും കൂടിയാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ സർക്കസ് ആർട്ടിസ്റ്റുകൾ നമുക്ക് മലയാളികളല്ല കിട്ടാൻ പോണേ. അതിനകത്ത് ഒറീസയും ആസാമും ബീഹാറും നേപ്പാളും ഇതൊക്കെയാണ് കിട്ടാൻ പോണേ. ഒരു സമയത്ത് മലയാളികളായിരുന്നു അതിനകത്ത് കിടന്നിരുന്നത്. അപ്പം ആ ഒരു സർക്കസ് ഇൻഡസ്ട്രിയുടെ സ്ട്രഗിളും അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നവും ഇന്നും സർക്കസ് ഇൻഡസ്ട്രി കൾച്ചറിലല്ല വരുന്നത്, ആർട്ടിലല്ല വരുന്നത്. ഇന്നും സർക്കസ് കിടക്കുന്ന സ്പോർട്സിൻ്റെ അടിയിലാണെന്നും അവർക്ക് ഒരു രീതിയിലുള്ള റെക്കഗ്നീഷൻ വരെ കിട്ടുന്നില്ല എന്നും. ഇത്രയും വലിയ ആക്സിഡൻസ് ഉണ്ടായിട്ട് അവർക്ക് ഇൻഷുറൻസ് വരെ ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ കിടക്കുമ്പോൾ, എന്നാൽ അതിൽ ഒരു സേഫ്റ്റി ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്നതും ആ ഒരു ഇൻഡസ്ട്രി എടുത്തിട്ടാണ് പിന്നെ ചെയ്ത 2 തിയേറ്റർ എക്സ്പ്ലോറേഷൻസ്. ഇത് വെച്ച് ഞാനിവിടെ നിർത്തുവാണ്. താങ്ക് യു. നാടകത്തിൻ്റെ രാഷ്ട്രീയവും കലയും എന്ന നമ്മുടെ ചർച്ച തുടരുകയാണ്. അടുത്തതായി പ്രദീപ് മണ്ടൂർ നമ്മളോട് സംസാരിക്കും. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള പ്രദീപ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. 15 മിനിറ്റ് അതിൽ നോക്കാൻ സമയം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. 15 മിനിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്താം, ചിലപ്പോൾ ഏകദേശം അതിനോട് അടുപ്പിച്ചാവാം. വടക്കേ മലബാറുകാരനാണ്, പയ്യന്നൂരുകാരനാണ്. അപ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ പെട്ടെന്ന് അറിയാം, എല്ലാവരും നമ്മളെ സൗഹൃദങ്ങളായതുകൊണ്ട് തന്നെ ശശിയേട്ടനുണ്ട്, ഗണേശേട്ടനുണ്ട്, ഗിരീശേട്ടനുണ്ട്, പ്രേംപ്രസാദ് സാറുണ്ട്. അറിയാം എല്ലാവർക്കും അധികം വർത്തമാനത്തിൻ്റെ സ്വഭാവം പ്രശ്നമാവില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ വടക്കേ മലബാറുകാരനായതുകൊണ്ട് തന്നെ ഈ വിഷയം അടിമുടി ഗ്രാമീണ നാടകവേദിയിലും അല്ലെങ്കിൽ ജനകീയ നാടകവേദിയിലും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടും ഇപ്പോഴും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ വിഷയം വന്നപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇത് കൺഫ്യൂഷനല്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുകയാണ് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആശയക്കുഴപ്പമുണ്ടായത്. കാരണം മിക്കവാറും
മലബാറുകാരാണുള്ളത്, സുരേഷ് ബാബു, ശ്രീ ചന്ദ്രേട്ടനൊക്കെ. അനുനിമിഷം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ നാടകത്തിൻ്റെ ചരിത്രവും ഒരു പക്ഷേ രാഷ്ട്രീയവും കലയും സംസാരിക്കേണ്ടതെന്നുള്ളതാണ് വളരെ ഭീതിതമായൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു അനുനിമിഷം നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അനുനിമിഷം ഒരു മതരാഷ്ട്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇത് ഞാൻ പറയുന്നതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഇനി അത് മറ്റൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനത്തിൻ്റെ പുറത്തല്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഇതെനിക്ക് മുന്നേ നടന്നു പോയവർ എഴുതി വെച്ച സംഗതികളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായം. പൃഥ്വി മണ്ടൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ നാടകക്കാരൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളിപ്പോൾ നാടകത്തിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നാടകത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവേണ്ടത് നാടകക്കാരനിൽ നിന്നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാടകത്തിൽ നിന്ന് പ്രേക്ഷകനിലേക്ക് എത്തിപ്പെടുന്ന, അതിപ്പോൾ ഒരു എഴുത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞ് ആ നാടകത്തിൻ്റെ അവതരണത്തിലേക്ക് വരുന്ന സമയത്ത് മുതൽ പ്രേക്ഷകനുമായി സംവദിക്കുന്ന ആ കല, ആ സമ്പൂർണ്ണ കല പ്രേക്ഷകൻ്റെ ഉള്ളിൽ കിടന്ന് പ്രേക്ഷകൻ്റെ ചിന്താധാരകളുമായി സമരം ചെയ്ത് ഉത്ഭവിക്കേണ്ട ഒരു സംഗതിയാണ് രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ കാരണം, നമുക്ക് മുന്നേ നടന്നു പോയവരുടെ ഒരുപാട് പേരുകൾ നമ്മൾ എല്ലാ നാടക ചർച്ചകളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. പേരുകൾ കെ ദാമോദരൻ മുതൽ കെ ടി മുതൽ അല്ലെങ്കിൽ ഇ കെ അയ്മ മുതൽ സ്മരിപ്പിൻ ഭാരതീയരെ നമിപ്പിൻ മാതൃഭൂമിയെ എന്ന് പാടി അഭിനയിച്ച് സ്വാതന്ത്ര്യ അനുകൂല നാടകം ഉണ്ടാക്കിയ വിദ്വാൻ പി കേളുനായർ മുതൽ നമ്മൾ ഈ നാടകകൃത്തുക്കളുടെ നാടകങ്ങളുടെ പേരുകളും ഈ നാടകങ്ങളും നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും ഒരുപാട് നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നാടകങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഗണത്തിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്നില്ല? അതിൻ്റെ കാരണവും എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ, അതത് കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് ചേർന്ന് നിൽക്കുന്നവ തന്നെയാവണം നാടകങ്ങൾ എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ നാടകങ്ങൾ ഉണ്ടാക്കിയവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും നാടകപ്രവർത്തകർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചോദ്യം വരുന്നതും നിൻ്റെ തന്തയെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന മറുപടി ഉണ്ടാവുന്നതും അതത് കാലത്തെ സാമൂഹ്യ അവസ്ഥകളോട് സമരം ചെയ്യുന്ന ഒരു കലാരൂപമായതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്തരം സംഗതികളെ കണ്ടെത്തിയെടുക്കാനും ഇത്തരം സംഗതികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി നമ്മൾ ഒരു പക്ഷേ പുറം കാഴ്ചകളിലേക്ക് നോക്കുന്നതിലുപരി, പുറം കാഴ്ചകൾ എന്ന് പറയുന്നത് ഞാൻ വളരെ ഉപരിപ്ലവമായി പറഞ്ഞതാണ്, പുറം കാഴ്ചകളിലേക്ക് നോക്കുന്നതിലുപരിയായി നമ്മളെ മണ്ണിലുണ്ട്, ഇന്നാട്ടിലുണ്ട് നമ്മളെ താളം, ഇന്നാട്ടിലുണ്ട് നമ്മളെ സംസ്കാരം, ഇന്നാട്ടിലുണ്ട് നമ്മളെ രൂപം. വടക്കേ മലബാറുകാരനായതുകൊണ്ട് എനിക്ക് തെയ്യത്തിനെ ഉദാഹരിക്കാം. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഒരു നാടക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ നാടകത്തിൻ്റെ രാഷ്ട്രീയവും കലയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നാടകം എന്ന് ഒരു പക്ഷേ നമ്മൾ 96 പറഞ്ഞൊരു സംഭവമുണ്ട്. കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നാടകമാണിത് എന്ന് 96 പാലക്കാട് കളക്ടർ ബന്ദിയാക്കിയ ഒരു സംഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേവലം ഒരു നൂലുണ്ടയും ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് പൈപ്പും കൊണ്ട് ആദിവാസി ഭൂപ്രശ്നത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 4 പേര് അല്ലെ ഒരു സംഘടന, ആ സംഘടനയുടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളോടും യോജിക്കുന്ന ഒരാളല്ല അല്ല ഞാൻ. പക്ഷേ ആ സംഭവം കേരളത്തിലെ അന്നത്തെ 96 വളരെ സജീവമായി നാടകപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതിന് ശേഷമൊക്കെയാണ് ഞാൻ നാടകം എന്ന് പറയുന്നതിൽ സജീവമായി വരുന്നത്. അത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതത് കാലത്തുള്ള സാമൂഹ്യ പരിതസ്ഥിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കപ്പെടുന്ന നാടകങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം കൃത്യമായി നിർവഹിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പറയേണ്ട പേരാണ് മനോജ് ഗാനയുടെ ഉറാട്ടി എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകം ഉണ്ടാക്കി വെച്ചൊരു വിപ്ലവം അല്ലെങ്കിൽ ഒരു മാറ്റം നിസ്സാരമല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇത്തരം പേരുകൾ വളരെ കൃത്യമായി ഉദാഹരിക്കുന്നതിൻ്റെ കാരണം, ഇത്തരം നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാവുണ്ണി ഉണ്ടായിട്ടുണ്ട്,
അതേ മണ്ണിൽ തന്നെയാണ് ഈ പറയുന്ന ഉറാട്ടി ഉണ്ടായിട്ടുള്ളത്, ഫൂൽ എന്ന് പറയുന്ന നാടകം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഈ നാടക ചരിത്രത്തിൽ ഇത്തരം നാടകങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയവും കലയുമായി ചേർന്ന് സംവദിച്ചിട്ടുണ്ട് പ്രേക്ഷകരുമായിട്ട്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടകക്കാരൻ, ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, എങ്കിലും ഞാൻ പറയുന്നത് നാടകക്കാരൻ പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായി നാടകം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അയാളുടെ കടമ എന്ന് തോന്നുന്നു. കാരണം അയാൾ വളരെ കൃത്യമായ അർത്ഥത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ട്, നമ്മുടെ മണ്ണിൽ നിന്നുള്ള രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ട് അത് ഏത് സമയത്ത് എന്താണ് നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നു. ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും, സമയം വൈകുന്നില്ല. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു. അതിൽ വേവലാതി പൂണ്ട് എത്ര നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയില്ല. പക്ഷെ നാടകം ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ചിലപ്പോൾ പ്രതിഷേധ നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലാതെ നമ്മളാരും, പ്രത്യേകിച്ച് നാടകപ്രവർത്തകരൊന്നും അധികം വായിക്കപ്പെടാതെ പോയ ഈ ദൊന്നും എന്ന് പറയുന്നൊരു നാടകമുണ്ട്. എന്തിനാണ് അയോധ്യയിലെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ രാമൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടി മാത്രം അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് ചോദ്യമുള്ള ഒരു നാടകം. അത് ഞാൻ എഴുതാനുണ്ടാവുന്നൊരു കാരണം എന്ന് പറയുന്നത് അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എന്നിലെ നാടകക്കാരന് പറയാനിടയാവുന്ന ഒരു കാര്യം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മിക്കവാറും നാടക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയ വേറൊരു തരത്തിലുള്ള നാടക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഗ്രാമീണ നാടകവേദിയിലെ ഗ്രാമീണ നാടക സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ കുറഞ്ഞു വരിക തന്നെ ചെയ്യുന്നത്. അതോടുകൂടി തന്നെ കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങളുടെ അഭാവം, രാഷ്ട്രീയം, ഞാൻ ഈ പറഞ്ഞ കക്ഷിരാഷ്ട്രീയം, സങ്കുചിത കക്ഷിരാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അടിവരയിട്ട് പറയുന്നു, രാഷ്ട്രീയ നാടകങ്ങളുടെ അഭാവം കേരളത്തിൽ വളരെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാടകപ്രവർത്തകർ തന്നെ ഈ പറയുന്ന അരാഷ്ട്രീയത ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തിരിച്ചു പിടിക്കേണ്ടതും ആവശ്യമാണ്. എന്തായാലും ഈ സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ നാടകത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വളരെ കൃത്യമായൊരു വിഷയം കൊടുക്കുകയും ഇങ്ങനെ ഒരു സെഷൻ നീക്കിവെക്കുകയൊക്കെ ചെയ്ത സാഹിത്യ അക്കാദമിയിലെ സംഘാടകരോടും മറ്റുള്ളവരോടുമൊക്കെ ഒരു നാടകക്കാരൻ എന്ന അർത്ഥത്തിലുള്ള വളരെ കൃത്യമായ സ്നേഹം അറിയിക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ സംസാരിക്കാം, മറ്റുള്ളവരും ഉണ്ടല്ലോ. താങ്ക് യു. നാടകത്തെക്കുറിച്ചൊരു സെഷൻ മാറ്റിവെച്ചതിനുള്ള പ്രദീപിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഗൗരവത്തോടെ മലയാള നാടക സാഹിത്യത്തെ, ഏറ്റവും വലിയ സാഹിത്യശാഖ മലയാളത്തിന് സംഭാവന ചെയ്തത് നാടകമാണ്. ആ നാടക സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി അമേച്ചർ പ്രൊഫഷണൽ രംഗവേദികളിൽ ഒരുപോലെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച സുരേഷ് ബാബു ശ്രീസ്തയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാടക പ്രതിഭകൾ ഇരിക്കുന്നൊരു വേദിയിലാണ് വർത്തമാനകാല നാടക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഏറ്റവും കൊണ്ടും മനസ്സുകൊണ്ട് അത്യധികം ബഹുമാനിക്കാൻ ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് നാടകപ്രവർത്തകർ ഇവിടെയും വേദിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വർഷം നാടകാവതരണം നടക്കുന്ന ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. നാടകത്തിൻ്റെ മണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കേരളത്തിനെ പറയാം. ഇപ്പോൾ സ്കൂൾ തലങ്ങളിൽ തൊട്ട് പ്രൊഫഷണൽ നാടകവേദി വരെ കലാലയ നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, അമച്ചർ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ഒക്കെ ഏകദേശം ഒരു കണക്കെടുത്താൽ ഏകദേശം ഒരു 5000-ഓളം പുതിയ നാടകങ്ങൾ ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊരു വളരെ ഒരു നാടക പ്രവർത്തകർ എന്നുള്ളതിൽ, നാടകത്തെ സ്നേഹിക്കുന്നവരെന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ നാടകത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിനിമയം സാധ്യമാകുന്ന ഒരു മാധ്യമമാണ്, സാംസ്കാരിക മാധ്യമമാണ് നാടകം. അത് തർക്കമില്ല. നേരത്തെ ഗ്രാമപ്രസാദ് സാർ പറഞ്ഞ പോലെ ഒരു ദേശത്തിനെ അട്ടിമുട്ടി മാറ്റി തീർക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ജനാധിപത്യവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അനിഷേധ്യമായ പങ്ക് വഹിച്ച ഒരു മീഡിയയാണ്
നാടകം. അതുകൊണ്ട് തന്നെയാണ് നാടകത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേഗത കൂടിയൊരു കാലത്താണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗത കൂടിയൊരു കാലത്ത് ഓരോ മനുഷ്യനും അവനവനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ അരങ്ങുകളും ഓരോ അരങ്ങുകളുടെ സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇത് കേവലം ഒരു ഉപരിപ്ലവമായ ഒരു അന്വേഷണമാണെന്ന് തോന്നുന്നില്ല, ഉപരിപ്ലവമായ ഒരു സർഗാത്മകതയുമല്ല. മറിച്ച് അത് മനുഷ്യൻ എന്ന സാപ്പിയൻസ് എന്ന സ്പീഷീസിൻ്റെ ആധികാരികതയിൽ നിന്ന് തുടങ്ങിയ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്വേഷണമാണ്. ആ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് വർത്തമാനകാലത്തെ ഓരോ നാടകങ്ങളും കടന്നു പോകുന്നു എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പ്രതിപാടനമൊക്കെ പറഞ്ഞു, മതനിരപേക്ഷത മുടന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മതത്തിൻ്റെ പേരിൽ മനുഷ്യന് മണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഓരോ കിരാത കാഴ്ചകളും കിരാത അനുഭവങ്ങളും കേവലമായ കാഴ്ചകളായി കാണാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നാടകമെന്ന് പറയുന്നൊരു കല പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം വളരെയേറെ ഉത്തരവാദിത്തമുള്ളതാണ്, വലുതാണ്. ഞാൻ നേരത്തെ വരുമ്പോൾ നാടകപ്രവർത്തകനെ പ്രേമേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. പ്രേമേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഓരോ നാടകപ്രവർത്തകരും പറയുന്നൊരു കാര്യമാണത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ നോക്കൂ, എത്ര നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നാടകങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. വർത്തമാനകാലത്ത് ഒരു വർഷം നമ്മൾ എത്ര നാടകങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നാടകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ സ്കൂൾ നാടകങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൊല്ലത്ത് നടന്ന കലോത്സവ വേദികളിൽ നിന്ന് ബാക്കിയാവുന്ന ചില ചർച്ചകൾ നമ്മൾ വായിച്ചെടുത്തതാണ്. കുട്ടികൾ രാഷ്ട്രീയം പറയേണ്ടതുണ്ടോ? കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നാടകവേദിയാണോ? കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളുടെ നാടകവേദികളിൽ പോലും അല്ലെങ്കിൽ എല്ലാ നാടകങ്ങളിലും രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രംഗാവതരണം ആകാൻ പറ്റാത്ത ഒരു നാടക ഉത്തരവാദിത്വ ബോധത്തിലാണ് നമ്മളടക്കമുള്ള ഓരോ നാടക പ്രവർത്തകരും നിൽക്കുന്നത് എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം നമുക്കറിയാം, അസന്തുലിതമായൊരു സമൂഹത്തിൽ, അസമത്വം നിറഞ്ഞൊരു സമൂഹത്തിൽ സമത്വത്തിന് വേണ്ടി സ്വപ്നം കാണുന്നൊരു ജനതയ്ക്ക് മുന്നിൽ നാടകത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നാടകം ഒരു സാമൂഹിക കലയാണ്. ഇങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടകത്തിൻ്റെ ഒരു ഘട്ടം വരെ ഞാൻ ഡൽഹിയിൽ സഫ്ദർ ഹാഷ്മിയുടെ ജീവിതം വർഷങ്ങൾക്ക് മുൻപ് നാടകമാക്കാൻ ശ്രമിക്കുകയും നാടകം അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതവും അന്വേഷിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയൊരു സമയം മുതൽ അപ്പോൾ അതുവരെ ഞാൻ എന്നെ സൂക്ഷിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് നാടകബോധത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ, അദ്ദേഹം നടന്ന വഴികളിലൂടെ, ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ നാളുകളിൽ നിന്നും ഞാനെന്ന് പറയുന്ന ഒരു നാടകക്കാരൻ പതിയെ മാറുകയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഞാൻ അറിയുന്നത്, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് എന്നിലൊരു നാടകക്കാരനെ വല്ലാതെ ഉണർത്തിയത്, അല്ലെങ്കിൽ എന്നിൽ രാഷ്ട്രീയ ബോധം എന്നെ വല്ലാതെ മാറ്റിയത്. അവൻ പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് ഓരോ അരങ്ങിൻ്റെയും ജീവരക്തം എന്ന്. ഈ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് നാടകങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും, അതൊന്നും ഞാൻ പോകുന്നില്ല, ഏത് നാടകങ്ങളിലൂടെ സഞ്ചരിച്ചു പോയാലും മനുഷ്യർ നേരിടുന്ന വൈവിധ്യമേറിയ പ്രശ്നങ്ങളുടെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അരങ്ങിൻ്റെ അവതരണത്തിൻ്റെ തീക്ഷ്ണതയിലൂടെ കാലത്തിന് നൽകിയ നാടകരക്തസാക്ഷിയാണ്. നമുക്കറിയാം, നാടകം കളിച്ചതിൻ്റെ പേരിൽ മാത്രം സ്വന്തം ജീവൻ നൽകിയ, സ്വന്തം മരണം കൊണ്ട് സ്വന്തം ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കാശ്മീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകബോധം എന്നെപ്പോലുള്ള ഒരു നാടകപ്രവർത്തകൻ, എന്നെപ്പോലുള്ള ഒരുപാട് പേരുടെ നാടകബോധത്തെ വല്ലാതെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞു വരുന്നത്, ഏത് നാടക അവതരണ രീതികളിലായാലും കക്ഷിരാഷ്ട്രീയത്തിനപ്പുറത്ത് പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രീയമല്ലാതെ, മറിച്ച് മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കുന്ന ഒരു നാടക അവതരണങ്ങളുടെ ഒരു ഭൂമികയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കുന്ന ഈ ഒരു നാടകങ്ങളുടെ തുടർച്ച, നേരത്തെ പ്രതിഭട്ടൻ പറഞ്ഞു, ഒരു ഘട്ടത്തിൽ നമ്മൾ താജിലൊക്കെ നിർത്തിയപ്പോൾ അതിനുശേഷം നാടകങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും എണ്ണങ്ങളുണ്ട്. അത്രയും വളരെ ശ്രദ്ധേയമായ നാടക അവതരണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണുക തന്നെ വേണം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സമയമുണ്ടെങ്കിലല്ല,
കഴിയുമെങ്കിൽ കൃത്യമായി നമ്മളൊരു ആത്മപരിശോധന നടത്തുക. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ വേദിയിൽ നമ്മൾ ഈ വർഷം എത്ര നാടകം കണ്ടിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞ ഏകദേശം 5000-ഓളം നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മണ്ണിൽ നിന്ന് നമ്മൾ എത്ര നാടകങ്ങൾ കണ്ടിട്ടുണ്ട്? കേവലം ഒരു 10-50 താഴെയിൽ എണ്ണി നമ്മൾ നിൽക്കും പലരും. അതിനപ്പുറത്ത് അത്രയേറെ ആയിരക്കണക്കിന് നാടക അവതരണങ്ങൾ ഈ മണ്ണിൽ നടക്കുന്നുണ്ട്. ഇതിലേറെയും ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങുകളിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഈ നാടകങ്ങളെ നമ്മൾ കാലത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് ഈ നാടകത്തിൻ്റെ രാഷ്ട്രീയത്തിനോടുകൂടി ചേർത്ത് പറയാനുള്ളത്. പിന്നെ അമച്വർ നാടകം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ നേരത്തെ മനോജൊക്കെ ഉണ്ട്, മനോജ് നാരായണ പോലെ വളരെ സജീവമായ പ്രൊഫഷണൽ നാടകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം മനോജൊക്കെ പറഞ്ഞു നമ്മൾ പ്രൊഫഷണൽ നാടകം, ഗിരീഷാടിനൊക്കെ നേരത്തെ സംസാരിക്കാമായിരുന്നു, പ്രൊഫഷണൽ നാടകം വല്ലാതെ മാറാൻ തുടങ്ങുന്നു. ഇപ്പം ഞാനും പ്രൊഫഷണൽ നാടകങ്ങൾ ഇപ്പം 10-11 വർഷമായി KPSCക്കും കണ്ണൂർ സംഘചേതനയ്ക്കൊക്കെ നാടകങ്ങൾ എടുക്കേണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാടകങ്ങളും, ഇപ്പം പ്രൊഫഷണൽ നാടകവേദിയും പണ്ടുണ്ടാവുന്ന, ഇത് കുറ്റം പറയല്ല, ഒരു പതിവ് രീതികളിൽ നിന്നും എല്ലാം മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ ഇതാണ്. ഇപ്പം നമുക്കറിയാം, പ്രൊഫഷണൽ നാടക മത്സരം നടക്കുന്ന വേദികളിലായാലും അമച്ചർ മത്സരം നടക്കുന്ന വേദികളിലായാലും നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കലോത്സവങ്ങളിലായാലും ഒക്കെ നമുക്ക് ആ ഒരു നമ്മുടെ ഓരോ നാടക പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരു ചരിത്രത്തിൻ്റെ തുടർച്ചയായി നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, നമുക്കറിയാം മർദ്ദിതരുടെ വിമോചനം, സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ മർദ്ദിതരുടെ വിമോചനം സാധ്യമാകുന്നത് പോലെ തന്നെ ഓരോ മനുഷ്യ മനസ്സിൻ്റെ സർഗാത്മകത അവശേഷിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ അടിമത്തത്തിൻ്റെ ചങ്ങല കൂടി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മാനസികമായി ഓരോ മനുഷ്യനെയും സ്വതന്ത്രമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വർത്തമാനകാല നാടകം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് നാടകത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച്, ഘടനകളെക്കുറിച്ച്, മേക്കിങ്ങിനെ കുറിച്ച് നമ്മളൊന്ന് പുനരാലോചിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കൂടുതലായി ഒരുപാട് നേരം പറയുന്നില്ല, ഇനിയും സംസാരങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അഭിലാഷ് പോലുള്ള ഒരുപാട് അന്തർദേശീയ തലത്തിൽ നാടകം ചെയ്തതുപോലെ ദീപൻ ശിവരാമൻ ഇപ്പോൾ ഒരു നാടകം ബ്രോ ഇപ്പം നാളെ 2 ദിവസം കഴിയുമ്പോൾ വടകര അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരങ്ങിൻ്റെ രാഷ്ട്രീയ സ്വത്വാന്വേഷണം ഇപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഭൂമികയിൽ നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് ഓരോ നാടകാവതരണങ്ങളും കാണാനും പരിചയപ്പെടാനും അത് കളിക്കപ്പെടാനുള്ള ഒരവതരണ വേദികൾ ഉണ്ടാക്കിയെടുക്കാനും ഉള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണത്തിലും അല്ലാത്ത രീതിയിൽ സംഘാടകരിലും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നാടകത്തിൻ്റെ രാഷ്ട്രീയത്തിനെക്കുറിച്ചുള്ള കുറച്ച് നേരത്തെ വാക്ക് ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കും. താങ്ക് യു. അടുത്തതായി പ്രൊഫഷണൽ നാടകവേദിയിൽ വളരെ കാലമായി 40 വർഷമായി വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേഹമാണ് ചന്ദ്രശേഖരൻ തിക്കൊടി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം എന്നതാണ് ആലോചിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സൈക്കിളിൽ കയറുമ്പോൾ ബാലൻസ് കിട്ടാൻ ഒരു ലേശം സമയമെടുക്കും. ആ ഒരു പ്രതിസന്ധി തുടങ്ങാനുണ്ട്. അത് എവിടെയും ഉണ്ട്. പ്രസംഗമൊക്കെ ആരംഭിക്കുമ്പോൾ അങ്ങനെ തോന്നും. പിന്നെ കയറിക്കഴിഞ്ഞാൽ അങ്ങ് പോകും ഒഴുകി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നാടകം കളിക്കാൻ പോയപ്പോൾ ഞാൻ കാവാലൻ സാറിനെ വിളിച്ചു. സാറേ, എനിക്കൊന്ന് തിരുവരെങ്കിൽ വരണം, ഒന്ന് കാണണം, അവിടെ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് കാണണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്ന് റിഹേഴ്സലൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് നിൻ്റെ നാടകം കാണണമെന്ന്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വരണ്ട, നിങ്ങളുടെ ടൈപ്പ് നാടകമല്ല എൻ്റെ നാടകം, അതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, നിങ്ങൾ വരണ്ട. പക്ഷേ അദ്ദേഹം വന്നു, ഒരു മാരുതി വാനൊക്കെ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയൊക്കെ കൂട്ടി വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ, നാടകം ഒന്നേ ഉള്ളൂ, പല വഴിയിൽ കളിക്കുന്നു. ഞാൻ ആ വഴിയിൽ കളിക്കുന്നു, ഇനിയൊരാൾ മറ്റൊരു വഴിയിൽ കളിക്കുന്നു, വേറൊരാൾ ഇന്ന വഴിയിൽ കളിക്കുന്നു. ഏത് വഴിയിലൂടെ വന്നാലും ആത്യന്തികമായി അത് അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തെയാണ്. ഈ വാക്ക് വല്ലാതെ സ്വാധീനിച്ചെന്നെ, തീർത്തും ജനാധിപത്യപരമായ ഒരു കാഴ്ചപ്പാട്. ഈ വാക്കിൽ നിന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ നാടകത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മുടെ നാടകവേദി
സാധാരണഗതിയിൽ നാടകം വാക്കും വാദവും സംവാദവുമാണ്. അങ്ങനെയാണ് നാടകം. ആക്ടർ, ഓതർ, ആക്ടർ ആൻഡ് ഓഡിയൻ, ഈ തൃത്വത്തിലൂടെ കടന്നു പോകുന്ന നാടകം നമുക്കിന്ന് ഓതറിൽ നിന്ന് ആക്ടറിലേക്ക് വരികയാണ്, ആക്ടറിൽ നിന്ന് അത് ഓഡിയനിലേക്ക് പോകുന്നു. അപ്പോൾ ഓതർ എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത്, ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത്യന്തം ശക്തമായ ഒരു സാധനമായി കിട്ടുകയും അത് വളരെ സർഗാത്മകമായി ഇടപെടാൻ കഴിയുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന നടനിലേക്ക് എത്തുകയും നടനിൽ നിന്ന് അത് ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകനിലേക്ക് എത്തുകയും ചെയ്യുന്നിടത്താണ് ഒരു നാടകം അതിൻ്റെ സാഫല്യമടയുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. പിന്നെ ഒരിക്കൽ ഒരു ഉദാഹരണമായി എനിക്ക് തോന്നുന്നത്, മുൻപ് പാട്ടബാക്കി എന്ന നാടകം, നമ്മുടെ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും ശക്തമായ നാടകങ്ങളിലൊന്നാണ് പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകം ആദ്യകാലത്ത് അത് പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് കളിക്കുന്ന സമയത്ത് നാടകം ഇങ്ങനെ കളിക്കുകയാണ്. അത് ജന്മിയും കുടിയാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കലയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. അങ്ങേയറ്റം ഒരു ജനത അനുഭവിച്ച് തീർത്ത ദുരിതക്കടലിൻ്റെ ആകത്തുകയാണ് ആ നാടകം. അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുടിയാൻ്റെ വീട്ടിലേക്ക്, ജന്മിയുടെ പറമ്പിൽ കുടിൽ കെട്ടി താമസിക്കുന്നവൻ്റെ വീട്ടിലേക്ക് ജന്മിയുടെ മകനിങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അവിടെ ഒരു 10-13 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറിയ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഉദ്ധതനായ ഇവൻ രാജ്യം മുഴുവൻ കീഴടക്കി മണ്ണിൻ്റെ ചുവട്ടിൽ, ഭൂമി മുഴുവൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണെന്ന് വിശ്വസിക്കുന്ന ആൾ അങ്ങോട്ട് കയറി വന്ന് ഈ കുട്ടിയെ ഇങ്ങനെ പിടിക്കുകയാണ്. കുട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ആർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ആ കുട്ടിയെ ബലാത്കാരം ചെയ്ത് കൊന്നെറിഞ്ഞാൽ പോലും ചോദിക്കാൻ ഒരാൾ ഇല്ലാത്തൊരു കാലം, അഥവാ ചോദിക്കുന്നവൻ്റെ തടിയില്ലാത്ത തല തൊട്ടപ്പുറത്തെ പുഴയിലൂടെ ഒഴുകുന്നവനറിയാം, അതുകൊണ്ട് ആരും ചോദിക്കില്ല. അപ്പോൾ ഈ നാടകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജന്മിയുടെ ചെറുക്കൻ വന്നിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കാണികളുടെ കൂട്ടത്തിൽ നിന്ന് കുട്ടി ഹസൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് സഹിക്കവയ്യ, അയാൾ നാടകം എന്നത് മറന്നുപോയി. ഇതൊരു ജീവിതമാണെന്നും ഒരു കാലഘട്ടമാണ് അയാളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നും അയാൾക്കങ്ങ് അനുഭവപ്പെടുകയാണ്. അയാൾ ഉടനെ അരക്കെട്ടിൽ നിന്ന് കഠാരക്കത്തി ഊരി അരങ്ങിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് കുട്ടിയോട് പറഞ്ഞു, കുത്തി കൊല്ലടി ആ പന്നീനെ. അപ്പോൾ നാടകം നിർവഹിക്കുന്ന ധർമ്മം അതാണ്. ഓതർ, ആക്ടർ ആൻഡ് ഓഡിയൻ, ഇത് നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതൊരു വലിയ പ്രശ്നമാണ്. അരങ്ങിൽ നിന്ന് നടനോടും വാദം നടക്കുകയാണ്. അരങ്ങിൽ നടനുമായിട്ട് വാദം നടക്കുന്നു, നടനും പ്രേക്ഷകനും തമ്മിൽ വാദം നടക്കുന്നു, സംവാദം നടക്കുന്നു. നാടകം പിരിഞ്ഞതിന് ശേഷം പ്രേക്ഷകനും തമ്മിൽ സംവാദം നടക്കുന്നു. ഈ രീതിയിലേക്കുള്ള രാഷ്ട്രീയ നാടകം, സാമൂഹ്യ നാടകങ്ങൾ ഒരു കാലഘട്ടം നമുക്ക് ധാരാളമായി സമ്മാനിച്ചിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പാട്ടബാക്കി, അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഒരുപക്ഷേ മലയാള രാഷ്ട്രീയ നാടകത്തിൻ്റെ അടിത്തറ അവിടെ നിന്ന് ആരംഭിക്കുന്നു. നാക്കില്ലാത്ത നമ്പൂതിരി സ്ത്രീകളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ആ നാടകം. പിന്നീട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നതായി ആ നാടകം. അങ്ങനെയുള്ള നാടകങ്ങൾ ഋതുപതി വന്നു, പിന്നീട് കൂട്ടുകൃഷി വന്നു. ഇങ്ങനെ നിരന്തരമായ നാടകം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നിലും പിന്നിലുമായി നമ്മുടെ രാഷ്ട്രീയ നാടകങ്ങൾ അതിശക്തമായി നവോത്ഥാനം എന്ന് പറയുന്ന മഹത്തായ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വളരെ ശക്തമായി മുന്നേറുകയുണ്ടായി. പക്ഷെ കാലം കുറേ കൂടി മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 60-ൻ്റെ അവസാന കാലഘട്ടം, 70-ൻ്റെ തുടക്കമൊക്കെ ആയപ്പോൾ നമുക്ക് മറ്റൊരു നാടകശാഖ വന്നു. മറ്റൊരു ശാഖ CN ശ്രീകണ്ഠൻ നായർ വന്ന് നമുക്ക് കലി പോലുള്ള നാടകം തന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നാടകത്രയങ്ങൾ വന്നു. നാടകം ഒരു വലിയ മാറ്റത്തിന് വിധേയമാവുകയാണ്. അരങ്ങ് മറ്റൊരു മാറ്റത്തിന് വിധേയമാവുകയാണ്. അപ്പുറത്ത് കാവാലം നാരായണ പണിക്കർ വായ്ത്താരിയുടെ താളത്തോടുകൂടി, സംഗീതത്തിൻ്റെ താളത്തോടുകൂടി മറ്റൊരു ശാഖ ഉടലെടുക്കുന്നു. നാടകം അതിൻ്റെ അരങ്ങൊരുക്കത്തിലേക്ക് വലിയ മുന്നേറ്റം നടത്തുന്നു. നിർഭാഗ്യവശാൽ ഈ നാടകങ്ങളെ അനുകരണങ്ങൾ വലിയ തോതിലുണ്ടായി. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്തെക്കുറിച്ചാണ് ധാരാളമായി അനുകരണങ്ങളുണ്ടായി. ഈ അനുകരണങ്ങൾ വേണ്ട വിധം ഫലിക്കാതെ വന്നപ്പോൾ പ്രേക്ഷകൻ നാടകത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. കുട്ടികൾക്ക് പോലും സ്കൂളിലൊരു നാടകം കളിക്കണമെങ്കിൽ ചെണ്ടയോ കോത്തിരിയോ അല്ലെങ്കിൽ നമ്മളെ തെങ്ങിൻ്റെ കുരുത്തോലിയോ ഇല്ലാതെ നാടകം കളിക്കാൻ വയ്യ എന്നൊരവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ
കളിയരങ്ങ് വേണ്ട വിധം പാകമാകാത്ത വിധം ഇത് അനുകരണങ്ങൾ പെരുകി വന്നപ്പോൾ ആളുകൾ, പ്രേക്ഷകൻ നാടകത്തിൽ നിന്ന് പതിയെ പുറകോട്ട് പോയി. 60-ൻ്റെ അവസാനവും 70-ൻ്റെ ആരംഭങ്ങളിലും. ഈ ഗ്യാപ്പിലാണ് മറ്റു പല നാടകങ്ങളും വളരെ ശക്തമായി വരാൻ തുടങ്ങി. നമ്മുടെ നവോത്ഥാന കാലഘട്ട രാഷ്ട്രീയ നാടകങ്ങളുടെ സംസ്കാരത്തെ പാടേ തുടച്ചു നീക്കിക്കൊണ്ട് ഒരുതരം കമേഴ്സ്യൽ കച്ചവട പരത നിരന്നു നിൽക്കുന്ന നാടകങ്ങൾ അരങ്ങുവാഴാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പ്രേക്ഷകന് മടുപ്പ് തോന്നിയ, നാടകത്തോട് മടുപ്പ് തോന്നിയപ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിനെ എളുപ്പം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ നാടകങ്ങൾ വരിക. അത് പിന്നീട് ദീർഘകാലം നിലയുറപ്പിക്കുകയുണ്ടായി. പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ തൊഴിൽപര നാടകവേദി എന്നാണ്. ആ രംഗത്ത് KT മുഹമ്മദ്, തോപ്പിൽ ഭാസി, NN പിള്ള, SL പുരം, സദാനന്ദേട്ടൻ, ഇങ്ങനെയുണ്ട് മഹാരഥന്മാർ അതിഗംഭീരമായ നാടകങ്ങളുമായി വന്നു. 70കളിലാണ് KT സൃഷ്ടി എന്ന നാടകമായിട്ട് വരുന്നത്. അങ്ങേയറ്റം പരീക്ഷണാത്മകമായ നാടകം, പ്രേക്ഷകനെ ഒരു പടി മുന്നോട്ട് കൊണ്ടുവരാൻ. അന്ന് വരെ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന സെറ്റുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നാടകത്തെ പരിശീലിച്ച പ്രേക്ഷകൻ പെട്ടെന്ന് കാണുകയാണ് എന്ത്, അരങ്ങിൽ ഒരു ചാക്ക് മാത്രം, ചാക്കിൻ്റെ ഒരു ഭിത്തി. എന്നിട്ട് പറയുന്നു, ഇടതുഭാഗത്തൂടെ വരുന്ന കഥാപാത്രങ്ങൾ സാങ്കല്പികമാണ്, വലതുഭാഗത്തൂടെ വരുന്നവർ യാഥാർത്ഥ്യമാണ്. പ്രേക്ഷകരുടെ സത്വരമായ ശ്രദ്ധയ്ക്ക് ഇതാ, ഇടതുഭാഗത്ത് നിന്ന് വരുന്നവർ സാങ്കല്പികം, വലതുഭാഗത്ത് വരുന്നവർ യാഥാർത്ഥ്യം. നാടകം തുടങ്ങുകയാണ്. ആ നാടകം ആദ്യം കളിച്ചത് ഈ ഷൊർണൂർ ഭാഗത്തോ മറ്റുമാണ്. ആ നാടകം കളിച്ച് പൂർത്തിയാക്കാൻ പ്രേക്ഷകൻ സമ്മതിച്ചില്ല. കാരണം പ്രേക്ഷകൻ അവിടേക്ക് എത്തിയിരുന്നില്ല, സമ്മതിച്ചില്ല. കൂക്കുവിളി ഏറും ബഹളവുമെല്ലായി KT കരഞ്ഞു. പുതിയൊരു നാടകം മലയാളത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു വലിയ നാടകൃത്തിൻ്റെ കണ്ണീര് വീണവിടെ. നാടകം നിർത്തി, അന്നത്തോടുകൂടി നാടകം നിർത്തുകയാണ്. വിൽസൺ സാമുവലും വിക്രമൻ നായരൊക്കെ പറഞ്ഞു, ഇല്ല ഇനി ഈ നാടകം കളിക്കുന്നില്ല, ഇത് പാക്ക് ചെയ്തു. പിറന്നന്ന് തന്നെ മരണം സംഭവിക്കുന്നു. മടക്കി കിട്ടുന്ന സമയത്താണ് ഈ പാലക്കാട്ടിലൊരു മാഷ് ഒരു ഹാൻഡ് ബാഗ് നോക്കിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുഴുവൻ കാശും ഞാൻ തരാം, ഈ നാടകം മലയാള നാടകവേദിക്ക് വേണം. മലയാള നാടകവേദിയെ ഒരു കൈപ്പിടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാടകം വേണം, ഇതാ മൊത്തം കാശ് പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ KTയുടെ സഹോദരൻ സേദിക്ക പറഞ്ഞു, ഇല്ല, ഇത് പ്രേക്ഷകർ ഇങ്ങനെയാണ് പ്രതികരിക്കുക, ഈ നാടകം കളിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണും ഈ നാടകം, പിടിക്കുക കാശ്. ആ മാഷാണ് ആ നാടകത്തെ മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്തത്. ആ നാടകം അന്ന് വരെ ഉണ്ടായിരുന്ന മലയാള നാടകവേദിയുടെ മുഖച്ഛായ അപ്പോൾ പറച്ചു കീറി. ജീവിതത്തെ ഋജുവായ വഴിയിലൂടെ വെട്ടിത്തെളിയിച്ച് ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ ഏറ്റവും പുതിയ മുഖം അവിടെ രൂപം കൊള്ളുകയാണ്. അങ്ങനെയാണ് സകാര നാടകങ്ങളുടെ ഒരു പിറവി. സൃഷ്ടി, സംഹാരം, സനാതനം, സമന്വയം അങ്ങനെ വരികയാണ്. നാടകവേദി അങ്ങേയറ്റം കുതിച്ചു മുന്നോട്ട് പോയി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലവിൽ നിൽക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ, ജീവിതാവസ്ഥകളെ എഴുത്തുകാരൻ അയാളുടെ മൂശയിലിട്ട് ഉരുക്കിയെടുത്ത് അയാളുടെ കെമിസ്ട്രിക്ക് വിധേയമാക്കി അരങ്ങിലേക്ക് കൊടുത്ത്, അരങ്ങിൽ നിന്ന് നടൻ, കരുത്തുറ്റ നടനും നടിയും അത് ഏറ്റുവാങ്ങി അത് പാകമായ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് കൊടുത്തപ്പോൾ മലയാള നാടകവേദി ഏതാണ്ട് സമ്പന്നമായി നിന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ ഇവിടെ സുരേഷ് പറഞ്ഞു നമ്മളൊക്കെ എത്ര നാടകം കാണുന്നു. ഞാൻ ധാരാളം നാടകം കാണുന്നുണ്ട്. ഈ ഉപജില്ല തൊട്ട് സംസ്ഥാനം വരെ ഞാൻ നാടകം കാണുന്നതാണ്. മാർക്കിടാൻ പോകുന്ന ഒരു ശീലമുണ്ട് എനിക്ക്, അവിടം വരെ പോകും. അപ്പോൾ ഒരു 500-600 നാടകം ആ വഴിക്ക് കാണും. പിന്നെ യൂണിവേഴ്സിറ്റി നാടകങ്ങൾ, മുഴുവൻ നാടകങ്ങൾ, അമേച്ചർ നാടകങ്ങൾ, എല്ലാ നാടകങ്ങളും, പ്രൊഫഷണൽ നാടകം കാണാറുണ്ട്. പക്ഷേ ഒരു എളിയ നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്കും ഇന്നെനിക്ക് തോന്നുന്നത്, അരങ്ങ് എന്തിനാണ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത്? വല്ലഭന് പുല്ലുമായുധമെന്നാണ് നാടകക്കാരൻ പറഞ്ഞത്, പ്രഗത്ഭനായ നാടകക്കാരൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരാളിനൊരു നാടകം കളിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 2 ലോഡ് ആക്രി സാധനങ്ങൾ സ്റ്റേജ് കൊണ്ട് നിറയ്ക്കണം. ഒരു നാടകം കളിക്കണമെങ്കിൽ 2 ലോഡ് ആക്രി സാധനങ്ങൾ ലോറിക്ക് കൊണ്ട് നിറച്ചെങ്കിൽ മാത്രമേ നടന് വിന്യസിക്കാൻ വയ്യാത്ത വിധം കൺജസ്റ്റഡ് ആവുന്നു. സ്റ്റേജ് തിങ്ങി മറയുന്നു, അനങ്ങാൻ പറ്റുന്നില്ല നടനം. എന്നിട്ട് തിയേറ്ററിസം, രംഗവേദി മാത്രം പൊലിഞ്ഞു വരുന്നു, നാടകമില്ലാതെ വരുന്നു, ടെക്സ്റ്റ് ഇല്ലാതെ വരുന്നു. ടെക്സ്റ്റ് ഇല്ലാതെ ഈ നാടകം കളിക്കാമെന്ന് ഈയിടെ ആർത്തോടോ ആരാണ് സാറേ പറഞ്ഞത്? അങ്ങനെ ഒരാൾ പറഞ്ഞു, ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, നടനും സദസ്സും ഉണ്ടെങ്കിൽ നാടകം കളിക്കാം. ആവാം, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് ആവശ്യമെങ്കിൽ ഇത് ആവശ്യമാണ്. പക്ഷേ
എന്തിനു വേണ്ടി എന്നാ നാടകം മുഴുവൻ കണ്ടിറങ്ങിപ്പോകുന്ന പ്രേക്ഷകന് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കുത്തി നിറച്ചിട്ട് ഇവൻ എന്താ ഇവിടെ കാണിച്ചതെന്ന് കണ്ടിറങ്ങിപ്പോകുന്ന പ്രേക്ഷകന് സംശയം തോന്നുന്ന തരത്തിലേക്ക് അരങ്ങ് നിറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാദവും സംവാദവും നടക്കാതെ വാക്ക് എവിടെ പോയി ഒളിക്കുന്നു? വാക്ക് വളരെ പ്രധാനമാണ്. കാവ്യത്തിന് വാക്ക് പരമപ്രധാനമാണോ? അതുപോലെ തന്നെ നാടകത്തിനും വാക്ക് പരമപ്രധാനമാണ്. പക്ഷെ വാക്ക് നിങ്ങൾ യു ഡോണ്ട് ടെൽ us ബട്ട് ഷോ us, അത് ശരിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മൈൻഡ് പ്ലേ കളിക്കണം എന്നല്ല, ആവശ്യമാണ്. KT മുഹമ്മദ് അത്രേ ചെയ്തിട്ടുള്ളൂ. അരങ്ങെന്താവശ്യപ്പെടുന്നു? നാടക ശരീരം, സമയം കഴിഞ്ഞോ? നാടക ശരീരം നിർത്താനല്ല, നാടക ശരീരം എന്താവശ്യപ്പെടുന്നോ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ നിരന്തരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നാരും പറയുന്നില്ല. ആ നാടക ശരീരം എന്താവശ്യപ്പെടുന്നു അത് മാത്രം സംസാരിക്കുക. പക്ഷെ അതുപോലുമില്ലാതെ ശരീരം കൊണ്ട് നാടകം കളിക്കാം, തെറ്റില്ല. അങ്ങനെയൊരു ശാഖയുണ്ട്. നേരത്തെ കാവാലൻ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സംഭാഷണവും വേണ്ട, സംവേദനം കൃത്യമായിട്ട് നടക്കും. പക്ഷേ അതിന് പരിപക്വമായ നടനായിരിക്കണം. ആ ശരീരം കൊണ്ട് അയാൾ കവിത രചിക്കണം. അയാളുടെ ശരീരമാണ് അയാൾ രചിക്കുന്ന കവിത, ആ ഭാഷയും എല്ലാം അതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ നടന്മാർക്കും അത് കഴിഞ്ഞെന്ന് വരില്ല. അപൂർവം ആളുകളുണ്ട്. ഗ്രിറ്റോവിസ്കി, സ്റ്റാനിസ്കോവിസ്കി മുതലായ പോളിഷ് നടന്മാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ മഹാമല്ലന്മാർ. ഒരു വാക്കും വേണ്ട അവർക്ക്. പക്ഷേ അവർ ശരീരം കവിതയാക്കി മാറ്റും. എല്ലാവർക്കും അത് കഴിയില്ല. അപ്പോൾ നമ്മുടെ നാടകവേദി ഏറ്റവും സമൃദ്ധമായ രീതിയിൽ നമ്മുടെ നവോത്ഥാന കലയുടെ ഒപ്പം നടന്ന നാടകവേദിയാണ്. കാലത്തെ ഓർമ്മപ്പെടുത്തിയ നാടകവേദിയാണ്. കാലത്തെ മാത്രം നിൽക്കാതെ കാലാതീതമായും കല വളരേണ്ടതുണ്ട്, നിൽക്കേണ്ടതുണ്ട്. ഒന്നോ രണ്ടോ നാടകം എഴുതിയ ആ ബോധായന മഹർഷി 2500 കൊല്ലമായി ജീവിക്കുന്നത്. ഒറ്റ നാടകം എന്തെന്നാണ് സന്യാസിയും വേശ്യയും എന്നുള്ള നാടകം എഴുതിയ ആ ചങ്ങാതി 2500 കൊല്ലമായി നാടകത്തിൽ ജീവിക്കുന്നു. ഒറ്റ നാടകം എഴുതിയിട്ടുള്ളൂ, ഭഗവത് യുഗം, സന്യാസിയും വേശ്യയും. അപ്പോൾ അത് കാലാതിവർത്തിയാണ്. അങ്ങനെയും വരാം രചനകൾ, അങ്ങനെയും വരാം. നിർഭാഗ്യവശാൽ നല്ല നടന്മാരുണ്ട്, നല്ല സദസ്സുണ്ട്. പക്ഷേ അരങ്ങ് സമ്പൂർണമായും നാടകത്തിൻ്റെ ഭാഷയിലേക്ക് വരികയും നിലവിലെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന നാടകങ്ങളിലേക്ക് വരികയും ചെയ്യുക എന്നത് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. ചന്ദ്രശേഖരൻ മാഷ വളരെ ശക്തമായ വാക്കുകളായിരുന്നു. മാഷ നാടകങ്ങൾ ജോസ് ചിറമ്മലൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 നാടകങ്ങൾ ജോസ് ചിറമ്മൽ, വളരെ മുൻപുള്ളൊരു അറിവാണ് ഞാൻ പറയുന്നത്. വളരെ ശക്തമായ അനുഭവത്തിൻ്റെ തീവ്രതയിൽ നിന്ന് ഉദിച്ചു വന്ന വാക്കുകളായിരുന്നു. നന്ദി. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ അഭിലാഷ് സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഓഡിയൻസിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ തക്ക അർഹതയുള്ള ആളുകൾ ഓഡിയൻസിനിടയിലുണ്ട്. അല്ലാതെയും വളരെയേറെ നാടകങ്ങൾ കാണുന്നവരുണ്ട്. അവർക്ക് ചർച്ചയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പിള്ള ഒരു 5 മിനിറ്റ് ഒന്ന് സപ്ലിമെൻ്റ് ചെയ്ത് സംസാരിക്കും. താങ്ക് യു സർ. എനിക്ക് 5 മിനിറ്റ് ഉണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഒരു പോയിൻ്റാണ് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇവിടെ നാടകത്തിനെ പറ്റി ഇത്രയും നന്നായിട്ട് സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വല്ലാത്ത ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില, ബിക്കോസ് നമുക്കറിയാം നമ്മളൊരു പാൻഡമിക് കഴിഞ്ഞിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു ഇഷ്യൂ ആണ്. അതൊരു പ്ലാനറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഒരു ഇക്കോളജിയുടെ ഇഷ്യൂ ആണ്. നമുക്കറിയായിരുന്നു വേണമെങ്കിൽ നമ്മൾ ഈ പറയണ ഈ ഹ്യൂമൻ ബീയിങ്സ് എത്രയാണ് നമ്പറിൽ, ഈ ട്രീസും പ്ലാന്റ്സിൻ്റെ എല്ലാം നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആവാം. ഒരു വൈറസ് മതി. അത് അങ്ങനത്തെ ചില വല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഈ ആന്ത്രോപ്പോസെൻട്രിക് ആവുന്ന രീതിയിൽ ഉണ്ടാവുന്ന പല ചർച്ചകളും നമുക്കും അതും കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് തിയേറ്ററിൽ. ആ രീതിയിൽ വരുമ്പോഴാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സ്പെക്ടക്കിൾസ് എന്ന് പറയുന്ന ഒരു സംഗതി. ബിക്കോസ് പലപ്പോഴും അത് വേറെ രീതിയിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നൊരു പക്ഷേ ഏറ്റവും സക്സസ്ഫുള്ളായുള്ള സ്പെക്ടക്കിൾസ് ഒരു പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ പറയുകയാണെന്ന് തോന്നും. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആണ് എലക്ഷൻ റാലീസ്. അത് ആക്ച്വലി റിഹേഴ്സ്ഡ് ആണ്.
കൃത്യമായിട്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുക, കൃത്യമായിട്ട് ലീഡർ വന്ന് ഇറങ്ങുക, കൃത്യമായിട്ട് അതെല്ലാം എങ്ങനെയാണ് പബ്ലിക്കിനെ എങ്ങനെയാണ് നിർത്തേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് ഡെമോക്രസിയെ സ്റ്റിയർ ചെയ്യുക. ഇത് ഭയങ്കര റിഹേഴ്സ്ഡായ രീതിയിലൊരു കംപ്ലീറ്റ് ഒരു പെർഫോമൻസ് നമ്മുടെ മുമ്പിൽ ഹ്യൂജ് സ്പെക്ടക്കിൾസ് ആയിട്ടാണ് അത് വരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇരുന്ന് നമ്മൾ തിയേറ്ററിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ അതുപോലത്തെ വല്ലാത്ത മാസീവ് സ്കെയിൽസിലും തിയേറ്ററിനെ വേറെ രീതിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ എന്താണ് നമ്മൾ ഏത് രീതിയിലാണ് ഇന്ന് നമ്മൾ തിയേറ്ററിനെ വെക്കേണ്ടത്? ഒരു പക്ഷേ അത് കുറച്ചും കൂടി കൂടുതൽ ആക്ടിവിസമിലേക്കാണോ പോകേണ്ടത്? മേക്കിംഗ് ഓഫ് ദ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ തിയേറ്റർ ആണോ അത്? ആ ഏകദേശം നമ്മൾ കൃത്യമായിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ എത്തുന്നു, അതിന് ആക്ടർ വേണോ, ചിലപ്പോൾ ഓഥർ വേണോ, ചിലപ്പം ഓഡിയൻസ് വേണോ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കൃത്യമായിട്ട് ആ സംഗതി നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആ ഇഷ്യൂ നമുക്ക് റേസ് ചെയ്യാനൊക്കും, ആ ഇഷ്യൂവിന് നമ്മളെങ്ങനെ കമ്മിറ്റഡ് ആവും, സിൻസിയർ ആവും, അതെങ്ങനെ നമുക്ക് നേരിട്ട് എങ്ങനെ നമുക്ക് അതിനെ ചാലഞ്ചായിട്ട് എടുക്കാനൊക്കും. ഒരു പക്ഷെ അതായിരിക്കണം എന്ന് തോന്നുന്നു അന്വേഷണം, ഒരു പെർഫോമൻസ് മേക്കിംഗ്, പ്രോബബ്ലി തിയേറ്റർ മേക്കിംഗ് എക്സസൈസിൽ. ദാറ്റ്സ് വാട്ട് ഐ വുഡ് പ്രപ്പോസ് ഫോർ ടുഡേ. താങ്ക് യു. എന്തെങ്കിലും അഡീഷണൽ സപ്ലിമെൻറ്റ് സുരേഷ്? ഇപ്പോൾ ഏതായാലും സംസാരിക്കുന്ന ആളുകൾ വളരെ വിനയത്തോടു കൂടി നേരത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംസാരിക്കാനുള്ള സമയം എടുത്തിട്ടില്ല. ഇനി ബാക്കി 20 മിനിറ്റ് ബാക്കിയുണ്ട്. ബാക്കിൽ വലിയ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അതൊരു 30 മിനിറ്റ് ആയാലും വിരോധമില്ല. എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അധ്യക്ഷൻ്റെ ഒരു അധികാരം ഉപയോഗിച്ച് അത് 30 മിനിറ്റ് ആക്കാം. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. ഈ വിഷയത്തിൽ സപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയാക്കുന്നതിനൊക്കെ നല്ലത് അവരവരുടെ അഭിപ്രായങ്ങൾ സപ്ലിമെൻ്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ സപ്ലിമെൻ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ചർച്ചയിലേക്ക് കടക്കായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ. നാടകങ്ങൾ ഒരു കാലത്ത് ഞങ്ങളെപ്പോലെയുള്ള വയസ്സന്മാരെയൊക്കെ ഒരുപാട് സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്കൊക്കെ എത്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ നാടകങ്ങളിൽ നിന്ന് ജനങ്ങളും ഗ്രാമങ്ങളായിരുന്നു നാടകങ്ങളുടെ സോഴ്സും നാടകങ്ങളുടെ എന്തായാലും പറയുക പ്രോഡക്റ്റായി വളർന്നു വന്നതുമൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരള സമൂഹം ഒരുപാട് പിന്നോട്ട് പോയത് എന്ന് ചിന്തിക്കണം. ഒന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, റിയലിസ്റ്റിക് നാടകങ്ങളിൽ നിന്ന് കുറേ ചന്ദ്രശേഖരൻ സാർ പറഞ്ഞതുപോലെ കുറേ കാട്ടിക്കൂട്ടലുകളിലേക്കും കോപ്രായങ്ങളിലേക്കും ഈ പറഞ്ഞ പോലെ സ്റ്റേജുകളെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ഈ മോഡേൺ എന്നൊക്കെ പറയുന്ന കുറേ രീതിയിലുള്ള അപവൽക്കരണത്തിലേക്ക് പോയപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർ നാടകത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയതാണ്. അതാണ് സത്യം. അവർ പറയുന്നത് എന്താണ്, അവർ ചെയ്യുന്നത് എന്താണ്, അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് ഞങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്തണ്ടേ. അത് എത്താതെ വന്ന് കുറേ കാട്ടിക്കൂട്ടലുകളും എന്തായാലും ജാടകളും ജാർഗണുകളും ക്ലീഷകളും ഒക്കെ ആയപ്പോൾ അതിനേക്കാൾ ഭേദം വീട്ടിലിരിക്കാൻ തോന്നി. ഞങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന് മാറിപ്പോയി. ആ സ്പേസിൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള അരാജകവൽക്കരണവും അസത്യവൽക്കരണവും അസ്തിത്വവാദവും അതേപോലെ തന്നെ അരാഷ്ട്രീയവൽക്കരണവും കുത്തി നിറച്ചുകൊണ്ട് സിനിമകൾ തട്ടുപൊളിപ്പാൻ 50 കോടി 100 കോടി 1000 കോടിയുടെ സിനിമകൾ വന്ന് കയറി. അതെന്താ സൃഷ്ടിച്ചത്? കേരള പൊതുബോധത്തെ പഴയ ഒരുതരം ഭ്രാന്തമായ എൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കാന്ത്രാവു സ്റ്റൈൽ സിനിമകളിലേക്ക് എത്തിച്ചു. അതിൽ നിന്ന് നിങ്ങൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് വെച്ചാൽ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോവുക. രാംപ്രകാശ് സാറ് പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യൻ്റെ വേദനകളിലേക്ക്, ഇന്നത്തെ നമ്മുടെ മോശമായ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ മോശമായ പറഞ്ഞാൽ കേരളത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തെ മൊത്തം ക്യാപിറ്റലിസം പല രീതികളിൽ ക്യാപിറ്റലിസത്തിൻ്റെ തന്നെ സുഹൃത്തായ ഫാസിസവും ചേർന്നുകൊണ്ട് ക്രോണിക് ക്യാപിറ്റലിസത്തിലൂടെ നമ്മളെയൊക്കെ വെറും തൊഴിൽ പിഴിഞ്ഞെടുക്കാനുള്ള മനുഷ്യയന്ത്രങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ നമ്മുടെ കേരളത്തിലെ പൊതുബോധം, ഈ കേരളത്തിലെ പൊതുബോധം ഇങ്ങനെ എത്തിയാലും നമ്മുടെ
ആസ്ഥാന മാധ്യമങ്ങൾ വലിയ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. മാതൃഭൂമി, മനോരമ ഉള്ള സാധനങ്ങൾ ഈ മനുഷ്യത്വത്തെ മാറ്റി യന്ത്രവൽക്കരണത്തിലേക്ക്, യാന്ത്രികമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചതിൽ അവർ വലിയ പങ്കെടുത്തിട്ടുണ്ട്. അതും കൂടെ പറയാതെ വയ്യ. അത് മാറ്റാൻ നിങ്ങളെപ്പോലെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് ശരിയായ മനുഷ്യ ജീവിതത്തെ പിടിച്ചെടുത്തുകൊണ്ട് അത് ഞങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള നാടകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇനിയും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അത്രേ പറയാം. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ശ്രീസ്തയോടാണ്. താങ്കൾ കൂടുതലായിട്ട് കമേഴ്ഷ്യൽ നാടക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ചോദ്യം. നമ്മുടെ ജനപ്രിയ നാടകങ്ങളിൽ തോപ്പിൽ ഭാസി, NN പിള്ള ഇങ്ങനെയുള്ള വലിയ ആചാര്യന്മാരുടെ ഒരു പരമ്പരയുണ്ട്. അവരൊക്കെ അന്ന് സൃഷ്ടിച്ച നാടകങ്ങൾ നമ്മുടെ ഉത്സവപ്പറമ്പുകളായിരുന്നാലും ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ടിക്കറ്റ് വെച്ച് നടത്തുന്ന വേദികളിലായിരുന്നാലും നല്ല താല്പര്യത്തോടുകൂടി നാടകം ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള ഈ കമേഴ്ഷ്യൽ നാടക മേഖലയിൽ ഈ സിനിമയോട് മത്സരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ടെക്നിക്കുകൾ കാണിക്കും. പക്ഷെ അതൊക്കെ ശരിക്കും ഒരു പാഴായ പരിശ്രമമാണ്. ഞാൻ എല്ലാ ടൈപ്പ് നാടകങ്ങളും കാണുന്ന ആളാണ്. താങ്കൾ ചോദിച്ചു എത്ര നാടകം കാണുന്നു. അമേച്ചർ നാടകങ്ങളും കാണും, കമേഴ്ഷ്യൽ നാടകങ്ങളും കാണും. ഒരു ഡിഗ്രി കാലഘട്ടം വരെ സർവ്വ ഉത്സവ പറമ്പലും തെണ്ടി നടന്ന നാടകം കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആലപ്പി തിയേറ്റേഴ്സിൻ്റെ ക്രിസ്തു എന്ന വിപ്ലവകാരി എന്ന നാടകത്തിൽ യേശു കഴുതപ്പുറത്ത് നടക്കുമ്പോൾ ഒരാൾ കുനിഞ്ഞിരുന്ന് കഴുതയുടെ കട്ടൗട്ട് സൈഡിൽ വെച്ച് യേശു നടക്കുമ്പോൾ പകുതിക്ക് വെച്ച് ആൾ പൊന്തിപ്പോയി, യേശു മറിഞ്ഞു വീണു. ഇത് ചെങ്ങന്നൂരിൽ ഈ നാടകം നടക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. മറ്റൊന്ന്, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന രംഗം വന്നപ്പോൾ ഒരു പക്ഷേ ഈ സ്പോഞ്ചായിരിക്കാം കട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുമ്പോൾ അതും പ്രേക്ഷകർ കണ്ട് കൂവിയ സംഭവമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്നും കമേഴ്ഷ്യൽ നാടകങ്ങളിൽ, ഇപ്പോൾ ഇവിടെ സംസ്ഥാന നാടകമേള നടക്കുമ്പോൾ കാണുന്ന നാടകങ്ങളിലൊക്കെ ഈ കട്ടൗട്ടുകൾ വെച്ചിട്ട് വാഹനം ഓടിക്കുക, ഇത്തരം അടവുകൾ എന്തിന് പ്രയോഗിച്ച് നാടകത്തെ കൊല്ലുന്നു? എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ കമേഴ്ഷ്യൽ നാടകക്കാർക്ക് സംഘങ്ങളുണ്ട്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? അതാണ് എനിക്കറിയേണ്ട ഒരു ചോദ്യം. ഉത്തരം സുരേഷ് പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യം ചോദിക്കാം. അതും തന്നെ സാറിനോടൊന്ന് പറയാനുള്ളത്, ഈ കമേഴ്ഷ്യൽ എന്നുള്ള പ്രയോഗം മാറ്റി ജനകീയ നാടകവേദി എന്നാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അല്ലെങ്കിൽ തൊഴിൽ നാടകവേദി എന്ന് ആക്കുന്നതായിരിക്കും നന്നാവുക. രണ്ടാമത്, ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ ഞാൻ രചയിതാവ് മാത്രമാണ്. അമേച്ചറിലും പ്രൊഫഷണലും ഒക്കെ ഒരു കുട്ടികളുടെ നാടകങ്ങളിലൊക്കെ നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു രചയിതാവാണ്. ഒരു നാടകത്തിന് ഏതൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് സംവിധായകരാണ്. അപ്പോൾ ഒരു നാടകം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഏത് രീതിയിലുള്ള ദൃശ്യവൽക്കരണത്തിനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നേരത്തെ ചന്ദ്രേട്ടനൊക്കെ വളരെ പിന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞു, ഭയങ്കര പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് നാടകം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്താണ് എത്തുന്നത്. ഞാനടക്കം വർക്ക് ചെയ്യുന്ന ഈ പ്രൊഫഷണൽ നാടകവേദിയിലടക്കം രാഷ്ട്രീയമായ ഒരു മനസ്സ് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സമീപഭാവിയിൽ ഇറങ്ങുന്ന പ്രൊഫഷണൽ നാടകങ്ങളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഴയ നാടക സങ്കേതങ്ങളിൽ നിന്നും നേരത്തെ പറഞ്ഞു കാലം മാറുന്നതിനനുസരിച്ച് തിയേറ്റർ സംവിധായകരുടെ മനസ്സും ബുദ്ധിയും അവരുടെ ചിന്തകളൊക്കെ മാറുന്നു. അപ്പോൾ അവർ ഞാനിപ്പോൾ എഴുതുന്ന ഒരു നാടകത്തിൻ്റെ ഒരു രചന കിട്ടിക്കഴിഞ്ഞാൽ വളരെ പ്ലെയിനായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന സംവിധായകരുണ്ടാകാം, അവരുടേതായ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതുണ്ടാകാം. ചിലപ്പോൾ നമ്മൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രേക്ഷകരുടെ ഒരു പക്ഷമാണ്. ഓക്കെ, അത് ഞാൻ ഉൾക്കൊള്ളുന്നു. എങ്കിലും ഞാൻ വീണ്ടും പറയുന്നത്, ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങ് എന്ന് പറയുന്നത് മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ദൃശ്യവൽക്കാൻ ഉപയോഗിക്കുന്ന ഏത് അവതരണ ക്രമവും സ്വീകരിക്കാനുള്ളൊരു ഇത് നാടക സംഘങ്ങൾക്കും സംവിധായകർക്കുമുണ്ട്. ഇത് കൃത്യമായിട്ട് നാടക സംഘങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ച അടുത്തൊരു ചോദ്യം. തീർച്ചയായിട്ടും നാടക സംഘങ്ങൾ ചെയ്യുന്നതും അവർ ജീവിക്കുന്നതും അവർ കാണുന്നതും ഇതേ നാടകങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ആ ഒരു മാറ്റം അവർ സ്വയം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലാക്കട്ടെ. ഓക്കെ. ഇന്നത്തെ രാഷ്ട്രീയം ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ളൊരു കാലം രാഷ്ട്രീയമാണ്. മതരാഷ്ട്രത്തിലേക്ക് പോകുന്ന ഈ രാജ്യത്തിനെ മതേതരമായി നിലനിർത്തേണ്ട രാഷ്ട്രീയമാണ് നാടകത്തിനും മറ്റെല്ലാവർക്കും നിർവഹിക്കാനുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ കുറേ കൂടിയൊക്കെ ജനാധിപത്യപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നമ്മളിപ്പോഴും സംസാരിക്കുന്നത് ഓതർ, ആക്ടർ, ഓഡിയൻസ്, എഴുത്തുകാരൻ, പ്രേക്ഷകൻ, നടൻ, പ്രേക്ഷകൻ. ഇവിടെ ഏകപക്ഷീയമായ ഒരു പാട്രിയാർക്കി ഇവിടെ നമ്മുടെയൊക്കെ മനസ്സിൽ അറിയാതെ രൂപപ്പെടുന്നുണ്ട്. ഇവിടെ എഴുത്തുകാരൻ അല്ലാതെ നാടകം എഴുതുന്ന എത്രയോ സ്ത്രീകൾ നാടകരംഗത്ത് വന്നിട്ടുണ്ട്. നടൻ മാത്രമല്ല, നടികളും രംഗത്തുണ്ടല്ലോ. പ്രേക്ഷകരിൽ ആണുങ്ങൾ മാത്രമായിട്ടൊന്നും ഒരു സ്റ്റേജും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ സംസാരത്തിൽ ഈ സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ ചർച്ച നടക്കുന്നതിൽ തന്നെ സ്ത്രീകൾ ഒന്നും ഈ രാഷ്ട്രത്തിനെ മാറ്റിമറിക്കാൻ വേണ്ടേ? ഈ മതേതര രാഷ്ട്രത്തിലേക്കും ജനാധിപത്യ രാഷ്ട്രത്തിലേക്കും കൊണ്ടുവരാൻ 4-5 ആണുങ്ങളും കുറച്ച് ഒരു മാത്രം മതിയോ? അത്തരമൊരു ചർച്ച അപൂർണമല്ലേ? നമ്മൾ സംസാരത്തിൽ പോലും ജനാധിപത്യപരമല്ലാതെ അല്ലെങ്കിൽ മതേതരമല്ലാതെ അത്തരം ഒരു ഫാസിസത്തിന് നിന്ന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു ചർച്ച അപൂർണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിലേക്ക് സ്ത്രീകളും അവശ്യത അനുഭവിക്കുന്ന എല്ലാ അവർണ വിഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറാവുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ചർച്ചകൾ ദുർബലമാകുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നന്ദി. അക്കാദമിയുടെ അധികാരികൾ ആണതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ നാടകത്തിന് വേണ്ടി മാത്രമായിട്ടൊരു സെഷൻ ഇവിടെ ചർച്ചയുണ്ടായിരുന്നു. കേരളത്തിലെ സ്ത്രീ നാടകവേദിയിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അവിടെ ചർച്ച ചെയ്തൊരു വേദിയുണ്ടായി. അത് വളരെ പ്രസക്തമായൊരു വേദിയായിരുന്നു. അത് അറിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒന്ന് വന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്ത്രീ ഇവിടെ വേണമെങ്കിൽ പങ്കെടുപ്പിക്കാമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായ ചർച്ചയാണ് അവിടെ നടന്നത് എന്നുള്ളത് കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഫാസിസത്തിനെതിരായിട്ട് നമ്മൾ ഇപ്പോൾ അതാണ് മുഖ്യ ഒരു ഭരണകൂട ഭീകരതയ്ക്കായിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ഫെസ്റ്റിവലെല്ലാം നടത്തുന്നതാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷനൊക്കെ പറയുന്നത്. നാടകം അതിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ അവതരിപ്പിച്ച കിത്താപ്പ് എന്ന് പറഞ്ഞ നാടകം നിരോധിച്ചിട്ട് ഇതുവരെ അത് പുനർ അവതരണം ഒരു കേരളത്തിൽ ഒരിക്കലും അത് നടത്തപ്പെടുന്നില്ല. നമ്മളീ ഫാസിസത്തിനെതിരായിട്ടും സർഗാത്മകതയ്ക്കെതിരായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഇടതുപക്ഷക്കാർ തന്നെ പ്രസംഗിക്കും, ഒരു ഭാഗത്ത് നമ്മളിതിനെ നിരോധിക്കുകയും ചെയ്യുന്നത് അതൊരു വിരോധാഭാസമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ടൊരു പി എം ആന്റണിയുടെ നാടകം തിരുമുറിവ് ഇവിടെ ബാൻ ചെയ്തപ്പോൾ പിന്നീട് അതിൻ്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയും പിന്നെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ട് ഇടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കിത്താബ് എന്ന് പറയുന്ന നാടകം ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ തന്നെ ഫാസിസത്തിനെതിരായിട്ട് പറയുകയും സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ പേര് പറയുന്നത് ഒരു കാര്യം, പ്രവർത്തിക്കുന്നത് വേറെ കാര്യം. അത് ഈ കെട്ടകാലത്ത് ഈ ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ്. അരയുടെ ഭാഗത്ത് നിൽക്കുന്നവർ വേട്ടക്കാരൊപ്പം നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു വിശദാംശം തന്ന ഉപകാരം. ഇതുവരെ ആ നാടകം മലപ്പുറത്ത് അവിടെ അടി നടന്നു, ചുട്ട തല്ല് നടന്നു. ആ നാടകം അവിടെ തല്ല് പൊളിച്ചു. ഇതുവരെ പിന്നെ അവതരിപ്പിച്ചിട്ടില്ല ആ നാടകം. കിത്താപ്പ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. കിത്താബ് എന്ന നാടകത്തിൻ്റെ നിരോധനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിൽ റഫീഖായിട്ട് ബന്ധപ്പെട്ട് റഫീഖ് മംഗലശ്ശേരിയുടെ നാടകമല്ലേ അത് ആ സംഭവം ഗംഭീരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ റഫീഖ് എഴുതാറുണ്ട്. അതൊക്കെ ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും മറുപടി പറയുകയാണെങ്കിൽ പറയാം എന്നല്ലാതെ. പക്ഷേ അക്കാദമി നടത്തുന്ന ഈ പ്രവർത്തനം എത്ര ശക്തമായിട്ടാണ് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ വേദിയായി തീരുന്നത് എന്നുള്ളത് ഇവിടെ പങ്കെടുത്ത ഓരോ പരിപാടികളും പ്രകാശ് രാജ് വന്ന് സംസാരിക്കുമ്പോൾ അടക്കം അങ്ങനെ നിരവധി ആളുകളുടെ സംസാരത്തിലായാലും ഇവിടെയുള്ള പൊതു ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു സ്പിരിറ്റാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനിടയിൽ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ ഉയർത്തി അതിൻ്റെ ഒരു ആശയ ഒരു ലക്ഷ്യത്തെ നമ്മൾ താഴ്ത്തി കാണിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് മോഡറേറ്റ് പറഞ്ഞ മാതിരി നാടിൻ്റെ അകത്ത് കിടക്കുന്ന ഡയലക്റ്റിക്കൽ പ്രശ്നങ്ങളാണല്ലോ, അതിൻ്റെ ഡയലക്റ്റിക്സാണ് ഡ്രാമയിൽ വരേണ്ടത്. ഡ്രാമ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഗ്രീക്ക് ഒറിജിൻ ആക്ഷൻ എന്നാണ്. അതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞു വേറൊന്ന്, ഷേക്സ്പിയറെ ടെമ്പസ്റ്റിനെ കാലിബൻ കണ്ട കണ്ണിലൂടെ കാണുക. അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. ബൈബിളിലും രാമായണത്തിലും ഒക്കെ ഉള്ള ഗ്യാപ്പുകളെ
പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാഷ്യം കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് യേശുവിൻ്റെ ബാല്യകാലത്തെ പറ്റി അറിയില്ല, അവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അല്ലെങ്കിൽ യേശു കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്യാപ്പുകൾ സാർ പറഞ്ഞ രീതിയിൽ പുതിയ കാലത്തിനനുസരിച്ച് ആവിഷ്കാരം കൊടുത്ത ഭാഷ്യം കൊടുക്കുക. പിന്നെ അഭിലാഷ് പിള്ള സാർ പറഞ്ഞ ഒരു കാര്യം, ആന്ത്രപ്പോസീൻ, തീർച്ചയായിട്ടും ഒരു എക്കോളജി തിയേറ്റർ നമുക്ക് വന്നേ പറ്റൂ. സാറ് പറഞ്ഞല്ലോ, ഒരു നാനോ വൈറസ് കാരണം നമ്മൾ വിറച്ചു നിന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ ഇനി ഒരു നാടകവേദിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അഭിലാഷ് പിള്ള സാറ് ഈ സൽമാൻ റഷ്ദിയുടെ ഒരു നാടകത്തെ പറ്റി പറഞ്ഞല്ലോ, അതാണ് ബാൻ ചെയ്ത ബുക്ക് ഏതാണ്, മിഡ്നൈറ്റ് ചിൽഡ്രൻ. അപ്പോൾ സാറ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി, ഹോസ്റ്റലിൽ സാർ അതിൻ്റെ ഡിഫറൻറ്റ് ലെയേഴ്സ് കണ്ടുപിടിക്കുകയും കൊളാബറേറ്റീവ് തിങ്കിങ്ങിലൂടെയാണ് സാർ ആ ലെയേഴ്സ് കണ്ടെത്തുന്നത്. അതുപോലെ ഓരോ ഗ്രൂപ്പുകളും ഓരോ നാടക ഗ്രൂപ്പുകളും കൊളാബറേറ്റീവ് ലെയറിങ്ങിലൂടെ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഒരു എൻവറോൺമെൻറ്റൽ തിയേറ്റർ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയാണ് സാറ് ചൂണ്ടിക്കാട്ടിയത്. അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞാൽ കൊള്ളാം. നമ്മളിവിടെ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളൊന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് 4 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇതിൽ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം മലയാളത്തിൽ ഈ ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം ഉണ്ടല്ലോ, കഥ പിന്നെ നോവലിനെ ബേസ് ചെയ്ത് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം മലയാളത്തിൽ വന്നില്ലേ, അതൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ്. അതുപോലെ ആ ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ചന്ദ്രശേഖരൻ തിക്കോടി സൂചിപ്പിക്കേണ്ടായി, തിയേട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാടകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അതിപ്രസരം നമ്മുടെ നാടകത്തെ വല്ലാതെ കാണികളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞത്. തീർച്ചയായിട്ടും ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതികത, സയൻസിൻ്റെ കുതിച്ചുചാട്ടം, അതൊക്കെ പുതിയ നാടകങ്ങളിൽ വരാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളൊരു പക്ഷം കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കണം ഈ തിയേറ്റർ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള നല്ല ബോധം സംവിധായകർക്കുണ്ടായിരിക്കണം. പ്രധാനമായിട്ടും ഈ പ്രമേയത്തെ എങ്ങനെ കാണികളിൽ പൊലിപ്പിക്കാം, എങ്ങനെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറാം എന്നുള്ള രൂപത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള സാങ്കേതികത അല്ലെങ്കിൽ തിയേറ്റർ എല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത്. അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാടകങ്ങൾ ഇല്ലാതെ ആയിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഉദാഹരണത്തിന് 2 നാടകങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ അത് പച്ച പിടിച്ചു കിടക്കുന്നുണ്ട്. ഒന്ന് കണ്ണൂർ ആ ഭാഗത്തു നിന്ന് ഒരു സുധീഷ് മറ്റോ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മത്തി എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഞാൻ പണ്ട് കാണുന്നുണ്ടായി. സുധീഷ് മറ്റോ എന്ത് പേരിക്ക് അത്രപ്പോൾ ഞാൻ തെറ്റിപ്പോയതിന് കുറച്ച് മുമ്പ് കണ്ടതാണ്. അടുത്തയിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് തീണ്ടാരിപ്പച്ച എന്ന് പറഞ്ഞിട്ടൊരു നാടകം കണ്ടു. 2 ഉദാഹരണങ്ങളാണ്. അങ്ങേ തലത്തിലുള്ള 2 ഈ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സംവിധായകരായിരുന്നു അത് ചെയ്തത്. KT-യുടെ നാടകങ്ങളുടെ ആ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതുപോലെ ഈ മത്തിയിൽ ഈ കാലത്ത് എങ്ങനെ ആ നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്, സ്റ്റേജിനെയാണ് ഉപയോഗപ്പെടുത്തിയത്. അതാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. അങ്ങനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനം ഈ പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മറ്റേ ഓഡിയൻസ് നാടകത്തിന് പിന്നിൽ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അഭിലാഷ് പിള്ള. ഇല്ല, ജസ്റ്റ് ഒരു സംഗതിയും കൂടി ജസ്റ്റ് അവിടെ നിന്ന് റേസ് ചെയ്തപ്പോൾ ഞാൻ സുന്ദർ സരൂക്കായ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ ഫിലോസഫറുണ്ട്. പുള്ളി ജസ്റ്റ് ഒരു സംഗതി പറഞ്ഞതാണ്, ഇന്ന് ഒരു പക്ഷേ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക് പൊളിറ്റിക്കലി അവെയർ ആവണമെന്ന് എന്തായാലും ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒന്ന് ഇക്കോളജിക്കലും കൂടി അവെയർ ആയിക്കോളൂ എന്ന് പറയുന്ന ഒരു സംഗതി. അത് പറയുമ്പോൾ അതിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താ പൊളിറ്റിക്കൽ അവെയർനെസ്സിൽ ഇക്കോളജി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ചോദ്യം നിങ്ങളെപ്പോഴും ചോദിക്കണം.
ഇപ്പം സിമ്പിളായിട്ട് തന്നെ നമ്മളിവിടെ ഇരിക്കുകയാണ്, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ചെയറുകളായിരിക്കണം. ഇങ്ങനത്തെ അവയർനെസ് നമ്മുടെ ഉള്ളിൽ വരാൻ ഒക്കുമോ? ഇപ്പം നമ്മൾ ബാക്കി ആർട്ട് ഫോംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചില അവയർനെസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് അതുപോലെ ഇക്കോളജിക്കൽ അവയർനെസ് നമുക്ക് വരുത്താൻ ഒക്കുമോ എന്ന് പറയുന്നൊരു സംഗതിയിലേക്കാണ് സുന്ദർ സരൂക്കായ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക. അത് ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഒന്ന് ഷെയർ ചെയ്തേക്കാം ഇവിടെ. കൃത്യം 5 മണിയായി. ഇനി ഏതെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ഇക്കോളജി അവയർനെസ് അതുണ്ട്, അത് ശരിയാണ്. പല ഭാഗങ്ങളിൽ ഇക്കോളജിക്കലി അവെയറായിട്ടുള്ള നല്ല തിയേറ്റേഴ്സ് നടക്കുന്നുണ്ട്. അത് പലപ്പോഴും നോർത്ത് ഈസ്റ്റിലെല്ലാം ഭയങ്കര രസമായിട്ട് ഇക്കോളജിക്കലി അവെയറായിട്ട് ഇക്കോളജിയെ വെച്ചുകൊണ്ട് തന്നെ അതിന് മൊത്തം പൊളിറ്റിക്സും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് തൊട്ട് ട്രൈബൽ റൈറ്റ്സ് തൊട്ട് ഇതെല്ലാം. പക്ഷേ ഇക്കോളജിനെ ആണ് ലാംഗ്വേജ് ആയിട്ട് അവർ യൂസ് ചെയ്യണേ. അതിനെ എടുത്തുകൊണ്ട് തന്നെ വെച്ചുകൊണ്ട് നല്ല തിയേറ്റർ പീസുകൾ ഉണ്ടാവുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ വളരെ അർത്ഥവത്തായ അനുഭവ സാക്ഷ്യങ്ങളും ചർച്ചകളുമായി വളരെ ശക്തമായി. ഇതിൽ ഈ ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം എനിക്ക് പ്രത്യേകം തോന്നുന്നത്, കേരളത്തിൽ പലയിടങ്ങളായിട്ടും ശക്തമായ രീതിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ പരസ്പരം നാടകപ്രവർത്തകരും മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നാടകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിനോ മറ്റുള്ളവരെ അറിയിക്കുന്നതിനോ ഉള്ള ഒരു സംവിധാനം വളരെ വളരെ ചുരുക്കമാണ്. പണ്ടൊക്കെ മാതൃഭൂമിയും ദേശാഭിമാനിയും എല്ലാം അവർ ഈ നാടക വാർത്തകൾ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതുമായിരുന്നു. ഞാൻ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 6 തിയേറ്റർ പ്രൊഡക്ഷൻസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരാളാണ്. അത് 20 കൊല്ലം മുൻപാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിൽ ആരും എഴുതാൻ തയ്യാറാകുന്നില്ല, മാസികകൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നിട്ടാണോ എന്നറിയില്ല, നാടക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈവൻ ഇപ്പോൾ സാഹിത്യ അക്കാദമിക്കൊക്കെ അതിൽ നല്ല ജേർണലുകളൊക്കെ ഉള്ളത്, ഇവിടെയുള്ള ജേർണലൊക്കെ എനിക്ക് തോന്നി അടുത്ത കാലത്തൊന്നും നാടക സാഹിത്യത്തെക്കുറിച്ചോ നാടകത്തെക്കുറിച്ചോ ഒരു ലേഖനം സാഹിത്യ അക്കാദമിയുടെ ഒരു ജേർണലിലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എഴുതി കൊടുക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള ചില ശ്രമങ്ങളുണ്ടെങ്കിലേ, അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരമാണ് അതിലൊരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. അത്തരത്തിൽ വ്യാപകമായിട്ടൊരു അംഗീകാരവും ഒക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് ഉൾക്കൊള്ളും. അത്തരമൊരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.